ത്രിയേക ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രിയിലത്തെ ധ്യാനത്തിനായി 101 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യങ്ങൾ വീണ്ടും വായിക്കട്ടെ. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാനൊരു നീചകാര്യവും എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാനൊരു നീചകാര്യവും എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് രാത്രി തിരുവചനത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് ഭാഗ്യം തന്നല്ലോ, സ്തോത്രം. ഒരു ദിവസം കൂടെ ജീവിപ്പാൻ ഞങ്ങളെ അനുവദിച്ച തമ്പുരാന് സ്തോത്രം. ദൈവമേ കർത്താവേ, മരണം മുമ്പിൽ വന്നപ്പോഴും ബലഹീനരാടി ഞങ്ങളെ ആയുസ്സോടെ ഈ ഭൂമിയുടെ മുഖത്ത് ദൈവം തമ്പുരാൻ ശേഷിപ്പിച്ചത് ഞങ്ങളുടെ കഴിവല്ല, മിടുക്കല്ല. ദൈവമേ, വമ്പ് പറയാനൊന്നുമില്ല കർത്താവേ, ഊറ്റം കൊള്ളാൻ ഒന്നുമില്ലപ്പാ. ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും ഈ ഭൂമിയിലില്ല തമ്പുരാനെ. ദൈവമേ, വചനത്തിന് മുമ്പിൽ ബലഹീനരാടി ഞങ്ങളെ ഭൂമിയോളം താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കണമേ. മാറ്റമില്ലാത്ത വചനത്തിൻ്റെ മുമ്പിൽ ദൈവമേ, ഞങ്ങളെ സമർപ്പിച്ച് മടങ്ങിപ്പോകാൻ സ്വർഗത്തിലെ തമ്പുരാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ മാനവും മഹത്വവും തിരുമേനിക്ക് മാത്രമായിരിക്കണം. യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സഫ്രഗൻ മെത്രാപ്പൊലിത്ത തിരുമനസ്സുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ യുയാക്കി മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത തിരുമേനി, ഈ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, ശേഷം ഈ ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന വന്യവൈദിക സിസ്റ്റർ, ഈ ഭദ്രാസനത്തിലെ പ്രബുദ്ധരായ അനുഗ്രഹീതരായ വൈദിക സിസ്റ്റർ, സുവിശേഷകർ, വിശ്വാസ സമൂഹം, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുകയും അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുകയും ചെയ്ത അഭിവന്യ യുയാക്കി മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത തിരുമനസ്, അഭിവന്യ തിരുമേനിയുടെ സാന്നിധ്യം ഈ ഭദ്രാസനത്തെയും ഒപ്പം ഇന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുന്ന ബലഹീനനായ എനിക്കും ഏറ്റവും സന്തോഷം നൽകുന്നു എന്നതിൽ രണ്ടു പക്ഷമില്ല. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിക്കുന്ന അഭിവന്യ തിരുമേനി ഈ കാലങ്ങളിൽ സഭയ്ക്ക് നൽകുന്ന നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വ്യക്തിപരമായി ബലഹീനനായ എനിക്ക് അഭിവന്യ തിരുമേനിയിൽ നിന്ന് ഈ കാലങ്ങളെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ശുശ്രൂഷയിൽ എന്നെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന, എന്നെ കൈപിടിച്ച് ഈ വചനത്തിൻ്റെ പ്രഘോഷണ ശുശ്രൂഷയിൽ ഒത്തിരി ബലപ്പെടുത്തിയ അഭിവന്യ തിരുമേനിയോടുള്ള എല്ലാ സ്നേഹാദരവുകളും അറിയിക്കുകയാണ്. അഭിവന്യ തിരുമേനിയോടൊപ്പം ഭദ്രാസന കൺവെൻഷനിൽ ശുശ്രൂഷ നിർവഹിച്ച് കൊട്ടാരക്കര ഭദ്രാസന കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അഭിവന്യ തിരുമേനി പറഞ്ഞ ഒരു വാക്ക് എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ലഭിച്ച ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം. ലഭിച്ച ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇന്നും ഹൃദയത്തോടെ ചേർത്ത് വെച്ച വാക്കുകളാണ് അത്. അഭിവന്യ തിരുമേനിയുടെ പ്രാർത്ഥനയും പ്രോത്സാഹനം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന മക്കാറിയോസ് തിരുമേനി ഈ ദിവസങ്ങളിൽ തന്ന സ്നേഹം, കരുതൽ എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ ഭദ്രാസനത്തെ നന്നായി ശുശ്രൂഷ ചെയ്ത് നേതൃത്വം കൊണ്ട് അനുഗ്രഹിക്കുന്ന അഭിവന്യ തിരുമേനിയോടൊപ്പം വേദി പങ്കിടാൻ ലഭിച്ച ആയുസ്സിലെ ആദ്യത്തെ അവസരം അത് നന്ദിയോടെ ഓർക്കുകയും അഭിവന്യ തിരുമേനിയോടുള്ള എല്ലാ സന്തോഷങ്ങളും അറിയിക്കുകയും ചെയ്യുന്നു. ഒരു ജ്യേഷ്ഠ സഹോദരനെ കണക്ക് അഭിവന്യ തിരുമേനിയുടെ ഈ നിയോഗം എന്നെ അറിയിച്ച ഈ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട സജു ബി ജോണച്ചൻ എല്ലാ കാലത്തും ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വൈദികനാണ്. അച്ഛനോടുള്ള എല്ലാ ആദരവുകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ കൺവെൻഷൻ്റെ കൺവീനറായിരിക്കുന്ന പ്രിയപ്പെട്ട ജോ മാത്യു അച്ഛൻ, ഞങ്ങൾ ഒരു ദൈവാലയമാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾക്കൊക്കെ മാതൃകയായി ഞങ്ങളുടെ ദൈവാലയത്തിൽ നിന്ന് മുൻപേ വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും ഈ നാളുകളിലൊക്കെ നന്നായി ശുശ്രൂഷ ദൈവനാമത്തിൽ ശരണപ്പെട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള എല്ലാ സ്നേഹവും സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു. അഭിവന്യ ബിഷപ്പിൻ്റെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട ലിജോ അച്ഛൻ ഈ നാളുകളിൽ നല്ല സൗഹൃദം സൂക്ഷിപ്പാൻ ദൈവം തമ്പുരാൻ കൃപ തരുന്നു. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട സജിമോൻ സാർ, ബിജു സാർ, പ്രിയപ്പെട്ട TB കുര്യൻ സാർ, പ്രിയപ്പെട്ട കൊച്ചുമാമൻ സാർ, എല്ലാവരോടുമുള്ള എല്ലാ സന്തോഷവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഭദ്രാസന കൗൺസിൽ, പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിലെ വൈദികർ, പ്രത്യേകിച്ച് എൻ്റെ സമകാലീനരായ വൈദികർ,
മുൻപിലും പിൻപിലും പഠിച്ച വൈദികർ, വളരെ അനുഗ്രഹീതമായ ജ്യേഷ്ഠ സഹോദരങ്ങളെ കണക്ക് ഈ ശുശ്രൂഷയിൽ ബലപ്പെടുത്തിയ വൈദികർ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകമായ ഗാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗായക സംഘാംഗങ്ങളോടുള്ള നന്ദി. വളരെ പ്രാർത്ഥനയോടും വളരെ ഒരുക്കത്തോടും ഈ വചന ശുശ്രൂഷയിലായിരുന്ന എല്ലാവരോടും സുവിശേഷകരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എന്നെ സ്നേഹിച്ച, എന്നെ കരുതിയ, ഞാൻ താമസിച്ച ഭവനത്തോടും പ്രിയപ്പെട്ട റജി സാറിനോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കടശി രാത്രിയിൽ ഈ വചനമെടുത്തുകൊണ്ട് നിൽപ്പാൻ ദൈവം കൃപ തരുമ്പോൾ പ്രാർത്ഥിച്ച ഒത്തിരി മനുഷ്യരുടെ പിൻബലമാണ്. ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് വൈദിക നീ പരാജയപ്പെട്ടു പോകാതെ നിൽക്കുന്നത്. എവിടെയൊക്കെയോ ആരൊക്കെയോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓൺലൈനിലൂടെയും അല്ലാതെയും എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച എൻ്റെ കുടുംബം, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഭോപ്പാൽ സെൻറ്റ് പീറ്റേഴ്സിൻ്റെ വക മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരോടും ഒരു വാക്കിൽ നന്ദി പറഞ്ഞ് ആമുഖവാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. കുന്നംകുളം ഭദ്രാസന കൺവെൻഷൻ്റെ കടശി രാത്രി യോഗത്തിലേക്കാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നത്. ഈ രാത്രി യോഗങ്ങൾ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ വചനം കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ പ്രതിക്കൂട്ടിലാണ്. കാരണം ഈ കൺവെൻഷന് രാത്രി യോഗങ്ങൾക്ക് ഇന്ന് തിരശ്ശീല വീഴുമ്പോൾ വളരെ കൃത്യമായി ചോദിക്കുന്ന ചോദ്യമുണ്ട്: എവിടെയാണ് നമുക്ക് പുതുക്കമുണ്ടായത്? അഭിവന്യ തിരുമേനി സുന്ദരമായി ഓർമ്മപ്പെടുത്തി 3 വാക്കുകൾ. പരിപൂർണമായ പുതുക്കം പ്രാപിച്ച് ഈ പന്തലിനുള്ളിൽ നിന്ന് തിരിച്ചിറങ്ങിപ്പോകാൻ, വന്നതിനേക്കാൾ ഭംഗിയായി ഇറങ്ങിപ്പോകാൻ കഴിയണം. അതാണ് ജീവിതത്തിൻ്റെ അനുഗ്രഹം. വന്നതെങ്ങനെയും ആയിക്കോട്ടെ, തിരിച്ചിറങ്ങിപ്പോകുന്നതാണ് ഏറ്റവും ഭാഗ്യം. അതുകൊണ്ട് നന്നായി ഇറങ്ങിപ്പോകാൻ ഇടയായിത്തീരണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അയ്യപ്പ പണിക്കർ എന്ന് പറയുന്നതായിട്ടുള്ള ആളിനെ തേടി ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അദ്ദേഹത്തെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കുന്നതിന് വേണ്ടി വളരെ പ്രസിദ്ധനായ അയ്യപ്പ പണിക്കരെ പ്രോഗ്രാമിന് ബുക്ക് ചെയ്യാനായി ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. അദ്ദേഹം വരുമ്പോൾ ഏകദേശം സമയം സന്ധ്യയായിട്ടുണ്ട്. സന്ധ്യയ്ക്ക് അയ്യപ്പ പണിക്കരുടെ വീട് ലക്ഷ്യമാക്കി ആ മനുഷ്യൻ നടന്നു വരികയാണ്. വരുമ്പോൾ ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളിലും നല്ല വെളിച്ചമുണ്ട്, നന്നായി വെളിച്ചം കത്തിയിട്ടുണ്ട്. എന്നാൽ അയ്യപ്പ പണിക്കരുടെ വീട്ടിൽ മാത്രം വെളിച്ചമില്ല, ഇരുട്ടാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരന് മനസ്സിലായി അയ്യപ്പ പണിക്കർ പുറത്തു പോയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വരുന്നത് വരെ കാക്കാമെന്ന് കരുതി ആ മനുഷ്യൻ ആ അയ്യപ്പ പണിക്കരുടെ വീടിൻ്റെ അല്പം മാറി ഇങ്ങനെ നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം അയ്യപ്പ പണിക്കരുടെ ഭവനത്തിലേക്ക് നോക്കുമ്പോൾ അകത്തെവിടെയോ ചെറിയ ഒരു വെളിച്ചം പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. അദ്ദേഹം അയ്യപ്പ പണിക്കർ വീട്ടിലില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്നാലും വാതിലിൽ ഒന്ന് മുട്ടിയിരിക്കാം, ഇനി നേരത്തെ വല്ലതും കിടന്നുറങ്ങിയതാവും എന്ന് കരുതി അയ്യപ്പ പണിക്കരുടെ ഭവനത്തിൻ്റെ വാതിൽക്കൽ അദ്ദേഹം ഇങ്ങനെ മുട്ടുന്നുണ്ട്. മുട്ടിയതും വളരെ പെട്ടെന്ന് അയ്യപ്പ പണിക്കർ വന്ന് കതകു തുറന്നിറങ്ങുകയാണ്. ഈ അയ്യപ്പ പണിക്കരെ കണ്ടതും ഈ ചെറുപ്പക്കാരൻ വല്ലാതെ അമ്പരന്നു പോയി. അയ്യപ്പ പണിക്കരോട് ചോദിക്കുന്നുണ്ട്: പണിക്കരെ, എന്താണ് വീടിൻ്റെ പുറത്ത് ലൈറ്റ് ഇടാഞ്ഞത്? നേരം രാത്രിയായല്ലോ, സന്ധ്യയായല്ലോ, അങ്ങ് അറിഞ്ഞില്ലേ? ചുറ്റുപാടുകളിലെ വീടുകളിലെല്ലാം ലൈറ്റ് ഇട്ടിരിക്കുന്നത് അങ്ങ് കണ്ടില്ലേ? എന്താണ് അങ്ങ് ലൈറ്റ് ഇടാതെ ഈ വീടിനകത്ത് ഈ ചെറിയൊരു റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിലിരിക്കുന്നത്? ഉടനെ അയ്യപ്പ പണിക്കർ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അയ്യപ്പ പണിക്കർ ആ ചെറുപ്പക്കാരനോട് ഇങ്ങനെ പറഞ്ഞു: പുറത്തിടുന്ന വിളക്കുകൾ കൊണ്ടൊക്കെ എന്തർത്ഥമാണ് സ്നേഹിത? അകത്ത് വെളിച്ചമുള്ളതല്ലേ ഭാഗ്യം. പുറത്ത് കത്തിച്ചു വെക്കുന്ന വെളിച്ചങ്ങൾക്കൊക്കെ എന്തർത്ഥമാണ് സ്നേഹിത? അകത്ത് വെളിച്ചം കിട്ടുന്നതല്ലേ ഭാഗ്യം. ഇന്ന് കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞ് രാത്രി യോഗങ്ങൾക്ക് പരിസമാപ്തിയായി മടങ്ങി തിരിച്ചു പോകുമ്പോൾ പ്രിയമുള്ളവരെ, പുറത്തെ വെളിച്ചങ്ങളെക്കാൾ അപ്പുറം അകത്ത് വെളിച്ചമുള്ള മനുഷ്യരായി ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യമൊന്നുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇരമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടിട്ടില്ല. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ ഇനിയും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ 73-ാമത്തെ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ പ്രസംഗിക്കുന്ന സന്തോഷിച്ച പ്രസംഗം കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ആത്യന്തികമായ ഒരു മാനസാന്തരം ഉണ്ടാവുന്നില്ല എങ്കിൽ അർത്ഥമില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. നിൻ്റെ ജീവിതത്തെ സമൂലമായി പരിവർത്തനപ്പെടുത്താൻ കഴിയണം. ഇന്നലെ രാത്രി 1 താലന്ത് ലഭിച്ച മനുഷ്യൻ എവിടെയാണ് പരാജയപ്പെട്ടു പോയത് എന്ന് നിങ്ങളോട് ഞാൻ സംവദിക്കാൻ ശ്രമിച്ചു. 1 താലന്ത് ലഭിച്ച മനുഷ്യൻ പരാജയപ്പെട്ട 3 ഇടങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, അവൻ ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഹി ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് മാസ്റ്റർ. ഗുരുവിൻ്റെ സ്വത്വം തിരിച്ചറിയാൻ കഴിയാതെ പോയി. നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. 2, അവൻ പരാജയപ്പെട്ടു പോയ 2-ാമത്തെ ഇടം, ഗുരുവിൻ്റെ സ്വപ്നങ്ങളെ മനസ്സിലാക്കാൻ, ഗുരുവിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ അവന് കഴിയാതെ പോയി. ഹി ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് ഓഫ് ഹിസ് മാസ്റ്റർ. യജമാനൻ്റെ മനസ്സ് തിരിച്ചറിയാൻ കഴിയാതെ പോയി. 3-ാമതായിട്ട് അവൻ പരാജയപ്പെട്ടു പോയത്, 3-ാമത് ഏറ്റവും ശ്രദ്ധേയമായത്, യജമാനൻ്റെ സമയം തിരിച്ചറിയാൻ
എപ്പോൾ കണക്ക് തീർക്കുമെന്ന് തിരിച്ചറിയാൻ അവന് കഴിയാതെ പോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ പരാജയങ്ങളെ തിരിച്ചറിയാൻ ഇടയാവണം. നിന്റെ യജമാനൻ തിരിച്ചു വരുന്ന സമയത്തെ കുറിച്ച് ബോധ്യമുണ്ടാവണം. ഇന്നിറങ്ങിപ്പോകുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു സ്വപ്നമുണ്ട്. അടുത്ത വർഷം 74ാമത്തെ കൺവെൻഷനിൽ മാനസാന്തരപ്പെടാം. ഒരുപക്ഷേ പ്രിയമുള്ളവരെ, ആയുസിനെ നീട്ടി തമ്പുരാൻ തന്നില്ല എങ്കിൽ ഇന്ന് തന്നെ മാനസാന്തരപ്പെട്ടേ മതിയാവൂ. ഇന്നലെയും വല്ലാതെ നടുക്കുന്ന മരണവാർത്തകൾ ഇങ്ങനെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളെ പൊള്ളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്ക് തമ്പുരാൻ നിശ്ചയിച്ച സമയം എപ്പോഴാണെന്ന് നിനക്കും എനിക്കും നിശ്ചയമില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി, ലഭിച്ച ഈ രാത്രി അനുഗ്രഹത്തോടെ മാനസാന്തരപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഇടയായി തീരണം. ഇന്ന് രാത്രി നിങ്ങളുടെ ധ്യാനങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിലേക്കാണ്. ദാവീദിൻ്റെ സുന്ദരമായ ഒരു സങ്കീർത്തനം, 101 സങ്കീർത്തനം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി 101 സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദിൻ്റെ ജീവിതത്തിലെ ചില മടക്കങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സുന്ദരമാക്കുന്നത് യാത്രകളല്ല, മടക്കയാത്രകളാണ്. ഞാൻ നിങ്ങളെ ആദ്യമേ ഓർമ്മപ്പെടുത്തി, ഈ പന്തലിലേക്ക് കയറി വന്ന യാത്ര നിങ്ങൾ മറന്നു കളയുക. ഈ പന്തലിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന യാത്രയാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യമുള്ള യാത്ര എന്നുള്ളത് മറന്നു പോകരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ മടക്കയാത്രകളുടെ സൗന്ദര്യങ്ങളൊക്കെ ശ്രദ്ധേയമാണ്. 430 വർഷത്തെ അടിമത്തം കഴിഞ്ഞ് ജനം മടങ്ങിപ്പോകുമ്പോൾ അത് തിരിച്ചറിവുകളുടെ യാത്രയായിരുന്നുവെന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. സക്കായി കർത്താവിനെ കാണാൻ ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി തിരിച്ചിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ മടക്കയാത്രയുടെ സൗന്ദര്യം വല്ലാത്ത തിരിച്ചറിവുകളുടെ സൗന്ദര്യമായിരുന്നു എന്നറിയാം. ദൈവാലയത്തിൽ പെരുന്നാളിന് പോയ മാതാപിതാക്കൾ തിരിച്ചു പോകുമ്പോൾ അവർ തിരിച്ചറിയുന്ന നഗ്നമായൊരു സത്യമുണ്ട്: കുഞ്ഞ് ഒപ്പമില്ല. മടക്കയാത്രകൾ തിരിച്ചറിവുകളുടെ യാത്രയാണ്. എമ്മൗസിലേക്ക്, സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയ ശിഷ്യന്മാർ തിരിച്ചറിയുന്ന വലിയ ആത്മീയ അനുഗ്രഹം മടക്കയാത്രയിലാണ് അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 101 സങ്കീർത്തനം ഒരു മടക്കയാത്രയെ എനിക്കും നിങ്ങൾക്കും ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ എവിടേക്കാണ് മടങ്ങേണ്ടത്? അതാണ് ഇന്ന് രാത്രി എൻ്റെ ധ്യാനം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 101 സങ്കീർത്തനം ദാവീദിൻ്റെ സുന്ദരമായൊരു പ്രാർത്ഥനയാണ്. വേദപുസ്തകത്തിൽ ആകെ 150 സങ്കീർത്തനങ്ങളാണ്. 150 സങ്കീർത്തനങ്ങളിൽ 100 കഴിഞ്ഞ് തൊട്ടടുത്ത സങ്കീർത്തനം 101 സങ്കീർത്തനം, ദാവീദിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന. വിശുദ്ധ വേദപുസ്തകത്തിൽ 150 സങ്കീർത്തനങ്ങൾ എഴുതിയതാരാണ് എന്നെനിക്ക് നിങ്ങൾക്ക് പറയാം. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളുണ്ട്, ആസാഫിൻ്റെ സങ്കീർത്തനങ്ങളുണ്ട്, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനങ്ങളുണ്ട്, മോശയുടെ സങ്കീർത്തനങ്ങളുണ്ട്, ശലോമോൻ്റെ സങ്കീർത്തനങ്ങളുണ്ട്. പേരില്ലാത്ത സങ്കീർത്തനങ്ങളും വേദപുസ്തകത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് സങ്കീർത്തന പുസ്തകങ്ങൾ? അത് പ്രാർത്ഥനകളാണ്, അപേക്ഷകളാണ്, സ്തോത്രങ്ങളാണ്, വിലാപങ്ങളാണ് എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങളെ ആരോഹണ കീർത്തനങ്ങൾ എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവാലയം കുന്നിന്മേൽ സ്ഥിതി ചെയ്യുമ്പോൾ അവർ ദൈവാലയത്തിലേക്ക് കയറിപ്പോകുമ്പോൾ, ദൈവാലയം ഉയരത്തിൽ സ്ഥിതി ചെയ്തതുകൊണ്ട് ഉയരത്തിലേക്ക് കയറിപ്പോകുമ്പോൾ അവർ എന്ത് ചെയ്തിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അവർ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ദൈവാലയത്തിലേക്ക് കയറിപ്പോയി. കയറ്റം കയറുമ്പോൾ അവർ പാടിക്കൊണ്ടുപോയ സങ്കീർത്തനങ്ങളായതുകൊണ്ട് അതിന് ആരോഹണ കീർത്തനങ്ങൾ എന്ന് പേര് വന്നതായി രേഖപ്പെടുത്തുന്നുണ്ട്. 121 സങ്കീർത്തനം ശ്രദ്ധിച്ചാൽ അറിയാം: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. 123 സങ്കീർത്തനം: സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. 130 സങ്കീർത്തനം: യഹോവേ, ഞാൻ ആഴത്തിൽ നിന്ന് നിന്നോട് നിലവിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആരോഹണ കീർത്തനങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുടുംബ പ്രാർത്ഥനകളിൽ ക്രമമായി ഞാനും നിങ്ങളും വായിച്ചു കേൾക്കുന്നതാണ് സങ്കീർത്തനങ്ങൾ. യഹൂദ സഭയിൽ ദൈവിക ആരാധനയ്ക്കായി സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. യാഗ അർപ്പണത്തോട് ചേർന്ന് സങ്കീർത്തനങ്ങൾ പാടിയിരുന്നു. പ്രത്യേകം പരിശീലനം ലഭിച്ച ഗായക സംഘ അംഗങ്ങൾ ഈ കീർത്തനങ്ങൾ സുന്ദരമായി പാടിയിരുന്നു എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പണ്ഡിതനെയും പാമരനെയും സമ്പന്നനെയും ദരിദ്രനെയും സന്തോഷമുള്ളവനെയും ദുഃഖിതനെയും ഒരുപോലെ ആശ്വസിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളാണ് ഓരോ കീർത്തന പുസ്തകങ്ങളുടെയും ശ്രദ്ധേയമായിട്ടുള്ള ആഴമായിട്ടുള്ള അന്തസത്ത എന്നുള്ളത് ഞാൻ നിങ്ങൾ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഒരു ആമുഖം പറഞ്ഞത്. ഇനി ദാവീദിനെ കുറിച്ചുകൂടെ ഒരു ആമുഖം പറഞ്ഞ് ഈ ടെക്സ്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാണ് ദാവീദ്?
നമുക്കറിയാം, വേദപുസ്തകം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു, സുന്ദരമായി പാട്ടുപാടുന്ന, നന്നായി പാട്ടുപാടാൻ അറിയാവുന്ന ഒരു കൊയർ മാസ്റ്ററായിരുന്നു ദാവീദ് എന്ന് പറയുന്നുണ്ട്. അവൻ കിന്നരം വായിച്ച് പാട്ടുപാടിയപ്പോൾ ദുരാത്മാവ് വിട്ടോടിപ്പോയതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇശായിയുടെ 8ാമത്തെ മകനായിരുന്നു ദാവീദ്. ഇസ്രയേലിൻ്റെ 2ാമത്തെ രാജാവായി പട്ടം കെട്ടപ്പെട്ടവനായിരുന്നു ദാവീദ്. വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങളിൽ നേരെ പകുതി സ്വന്തമായി എഴുതി വെച്ചവനായിരുന്നു ദാവീദ്. ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളായ 4ാം ഗോത്രമായ യഹൂദ ഗോത്രത്തിൽ ജനിച്ചവൻ ദാവീദ്. ചുവന്ന തലമുടിയും അഴകൊത്ത ശരീരവും ഉണ്ടായിരുന്ന മനുഷ്യന്റെ പേരായിരുന്നു ദാവീദ്. ആട്ടിടയനായി ജീവിതം ആരംഭിച്ചവൻ, അധികാരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ കയറിയിരിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യന്റെ പേരാണ് ദാവീദ് എന്ന് പറയുന്നു. ഒരു കൊച്ചു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ജീവിതം വല്ലാതെ ഉലഞ്ഞുപോയ മനുഷ്യന്റെ പേരാണ് ദാവീദ് എന്നുള്ളത് മറന്നു പോകരുത്. ഫെലിസ്തനായ ഗോല്യാത്തിനെ ഒരു കവണയും കല്ലുമായി നേരിട്ടവന്റെ പേരാണ് ദാവീദ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പടച്ചട്ടയും പടക്കൊപ്പും എടുത്ത് അണിയുമ്പോൾ എനിക്ക് യോഗ്യമായത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചേർച്ചയായത് അഴിച്ചുവെച്ച് വളരെ സധൈര്യത്തോടെ പടക്കളത്തിൽ നെഞ്ചും വിരിച്ച് നിന്നവന്റെ പേരാണ് ദാവീദ്. 101-ാം സങ്കീർത്തനം ദാവീദ് എഴുതി വെക്കുകയാണ്. ഈ സങ്കീർത്തനത്തെ എ സാം ഓഫ് ബിഗിനിങ്, തുടക്കത്തിൻ്റെ സങ്കീർത്തനം എന്നാണ് ഞാൻ നിങ്ങളും മനസ്സിലാക്കുന്നത്. തുടക്കത്തിൻ്റെ സങ്കീർത്തനം. ദാവീദ് ഭരണം ഏറ്റെടുക്കുമ്പോൾ അവൻ പാടിവെച്ച സങ്കീർത്തനമാണ് 101-ാം സങ്കീർത്തനം. 15-ാം സങ്കീർത്തനവുമായി ഈ സങ്കീർത്തനത്തിന് വളരെയധികം സാമ്യമുണ്ട്. 15-ാം സങ്കീർത്തനം ഒരു ഇസ്രയേൽ പൗരന്റെ ധാർമ്മികത വിളിച്ചു പറയുന്ന പുസ്തകമാണെങ്കിൽ 101-ാം സങ്കീർത്തനം ഒരു ഭരണാധിപന്റെ ധാർമ്മികത വിളിച്ചു പറയുന്ന പുസ്തകമാണ്. ഇത് ദാവീദിൻ്റെ ഒരു നയപ്രഖ്യാപന ഗീതമാണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു രാജാവ്, ഇസ്രയേൽ രാജാവായി ഉയർത്തപ്പെടുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഉയർത്തപ്പെടുക മാത്രമല്ല, മറിച്ച് അവൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ അധികാരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ദാവീദ് പാടിവെച്ച ഏകദേശം 8 വാക്യങ്ങൾ വരുന്ന സുന്ദരമായ ഒരു സങ്കീർത്തനമാണ് 101-ാം സങ്കീർത്തനം. 3 ചിന്തകൾ ഈ രാത്രി നിങ്ങളുമായി പങ്കുവെച്ച് ഈ ധ്യാന വിചാരത്തിന് അവസാനം കുറിക്കാം എന്നാഗ്രഹിക്കുകയാണ്. ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ മടങ്ങുകയാണ്. അവൻ എവിടേക്കെല്ലാം മടങ്ങുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 1, അവൻ ദൈവത്തിലേക്ക് മടങ്ങുകയാണ്. ദാവീദിൻ്റെ 1ാമത്തെ മടക്കം ദൈവത്തിലേക്കാണ്. 1-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. അധികാരത്തിൻ്റെ കസേരയിലേക്ക് ദാവീദ് കയറുമ്പോൾ അവൻ ആദ്യം പാടിവെച്ച 1ാമത്തെ വാക്യം, യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ദൈവത്തിന് കീർത്തനം പാടിക്കൊണ്ടാണ് അവൻ അധികാരത്തിൻ്റെ കസേരയിലേക്ക് കയറുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം തമ്പുരാൻ അവനെ അധികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ അവൻ പാടിവെക്കുകയാണ്, ദൈവമേ നിനക്ക് സ്തോത്രം. അവൻ്റെ മനസ്സ് വർഷങ്ങൾ പിറകിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടിവെക്കാൻ കാരണം? ദൈവം തമ്പുരാൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് ദൈവത്തെ സ്തുതിക്കാൻ കാരണം. മറന്നു പോകരുത്. അധികാരത്തിൻ്റെ പടയോട്ടങ്ങൾ ദാവീദ് ആരംഭിക്കുന്നത് ക്രിസ്തുവിലാണ്. ആട്ടിടയന്റെ കോലിന് പകരം അധികാരത്തിന്റെ ചെങ്കോൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ദാവീദിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവൻ വാതുറന്ന് പാടിയ 1ാമത്തെ വാക്യം മറക്കരുത്, കുറിച്ചു വെക്കണം: യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. കഴിഞ്ഞ കാലങ്ങളിൽ താൻ അനുഭവിച്ച ഒറ്റപ്പെടലിന്റെ മധ്യത്തിൽ താൻ കണ്ടുമുട്ടിയ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് അവനവന്റെ സങ്കീർത്തനം ആരംഭിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇത്രമാത്രം അവഗണിക്കപ്പെട്ടു പോയ, ഇത്രമാത്രം ഉലഞ്ഞുപോയ ഒരു ചെറുപ്പക്കാരൻ വേറെ ആരാണ് ഈ ഭൂമിയിലുള്ളത്? ഒരു ശില്പി ദാവീദിൻ്റെ ശില്പം കൊത്തുകയാണ്. ഇത് കൊത്തുംതോറും ഈ ശില്പം ഇങ്ങനെ ഉടഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതായിട്ടുള്ള ഒരു വയോധികനായ ഒരു മനുഷ്യൻ, ഈ ശില്പി വല്ലാതെ അസ്വസ്ഥനാവുകയാണ്. ഈ എത്ര കൊത്തിയിട്ടും ഈ ദാവീദിൻ്റെ ശില്പം ഇങ്ങനെ വല്ലാതെ ഉടഞ്ഞു പോകുമ്പോൾ ഈ വയോധികനായ മനുഷ്യൻ ഈ അസ്വസ്ഥനായ ശില്പിയോട് പറയുന്നുണ്ട്: സ്നേഹിത, നീ കുത്തിക്കൊണ്ടേയിരിക്കുക. കാരണം ജീവിതത്തിൽ ഇത്രമാത്രം ഉലഞ്ഞുപോയൊരു മനുഷ്യൻ മറ്റാരാണ് വേദപുസ്തകത്തിലുള്ളത്? ഇത്രമാത്രം അവഗണിക്കപ്പെട്ടു പോയവൻ, ഇത്രമാത്രം ഒറ്റപ്പെട്ടു പോയവൻ, ഇത്രമാത്രം തകർന്നു പോയവൻ മനുഷ്യൻ മറ്റാരാണ് ഈ ഭൂമിയിൽ വേറെയുള്ളത്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സ്തുതി കരയറ്റാൻ ദാവീദിനെ ഭരിച്ച വികാരം എന്താണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മപ്പെടുത്തൽ.
ഇത്രമാത്രം അവഗണിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വേറെ ആരാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ? അവൻ അനുഭവിച്ച അവഗണനകളുടെ മുമ്പിൽ അവനെ കണ്ട ദൈവത്തിന് സ്തോത്രം പറയാതെ എങ്ങനെയാണ് അധികാരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് അവന് കയറാൻ കഴിയുക? ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ സങ്കടപ്പെടുന്നത് അവഗണന കൊണ്ടാണ്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ടു പോയവരുടെയും അവഗണിക്കപ്പെട്ടു പോയവരുടെയും നിര ഏറെ വലുതാണ്. സൂര്യ കൃഷ്ണമൂർത്തി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം ഒരു മീറ്റിങ്ങിന് പോവുകയാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്. അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സമ്മാനദാനം നിർവഹിക്കണം. അദ്ദേഹം ഇങ്ങനെ സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിന് സമ്മാനം കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നില്ല. സൂര്യ കൃഷ്ണമൂർത്തി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സ്നേഹിത, നീ ഫോട്ടോ എടുക്കുക, എന്താണ് നീ ഫോട്ടോ എടുക്കാത്തത്? അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു പറയുന്നുണ്ട്, 15 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക്, അത് തന്നിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഫോട്ടോ മാത്രമേ എടുക്കുന്നുള്ളൂ, ഈ കുഞ്ഞിൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടില്ല. ഉടനെ സൂര്യ കൃഷ്ണമൂർത്തി അദ്ദേഹത്തെ പറയുന്നുണ്ട്, സ്നേഹിത, ഞാൻ നിനക്ക് പണം തരാം, നീ ഫോട്ടോ എടുക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പിൽ അല്ല ഞാൻ വന്നിരിക്കുന്നത്, പണം തന്നവരുടെ ഫോട്ടോ മാത്രം എടുക്കാനുള്ള ക്രമീകരണങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ കുഞ്ഞ് വല്ലാതെ സങ്കടപ്പെട്ട് സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോൾ സൂര്യ കൃഷ്ണമൂർത്തി ആ കുഞ്ഞിനോടൊപ്പം ആ വേദിയിൽ നിന്നിറങ്ങിപ്പോയി എന്ന് വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, അവഗണന കൊണ്ടൊക്കെ മുറിപ്പെട്ടു പോയ മനുഷ്യർ ഒത്തിരി പേർ ഈ ഭൂമിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മുറിപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ പേരാണ് ദാവീദ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം ദാവീദിൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ്. ശമൂവേലിനോട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവുന്നു, ശമൂവേലെ, നീ കൊമ്പിൽ തൈലവും എടുത്തുകൊണ്ട് ബേത്ലഹേമനായ ഇശായിയുടെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ രാജാവിനെ ഞാൻ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. ഇശായിയുടെ വീട്ടിലേക്ക് ശമൂവേൽ ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇശായി തൻ്റെ മക്കളെ വിളിച്ച് മുമ്പിൽ നിർത്തുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7. അത് കഴിയുമ്പോൾ അപ്പനായ ഇശായി മൗനം പാലിക്കുന്നുണ്ട്. 8ാമത്തെ മകനെ വിളിക്കാൻ ഒരു നേരത്തെ മൗനം അപ്പൻ പാലിക്കുന്നുണ്ട്. ഉടനെ ശമൂവേൽ ഇശായിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇശായിയെ, നിന്റെ മക്കൾ തീർന്നോടാ, നിന്റെ മക്കൾ തീർന്നോ? ഉടനെ അപ്പൻ പറയുന്ന മറുപടി, ഇല്ല, ഒരുത്തിനൂടെ ബാക്കിയുണ്ട്, ഒരാട്ടിടയൻ ചെറുക്കൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പൻ്റെ അവഗണന അറിഞ്ഞവൻ്റെ പേരാണ് ദാവീദ്. സഹോദരങ്ങളാൽ അവഗണിക്കപ്പെട്ടവൻ്റെ പേരാണ് ദാവീദ്. ഫെലിസ്ത്യരുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ പടക്കളത്തിലേക്ക് അവൻ പോവുകയാണ്. അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ അപ്പൻ പറഞ്ഞു വിട്ടതാണ്. അവൻ പടക്കളത്തിൽ ചെന്ന് ക്ഷേമം അന്വേഷിക്കുമ്പോൾ സഹോദരങ്ങൾ അവനോട് കോപിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ പറയുകയാണ്, ആ ആടുകളെ, ആ ആട്ടിൻപറ്റങ്ങളെ മരുഭൂമിയിൽ വിട്ടിട്ട് നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? സഹോദരങ്ങൾ അവഗണിച്ച് കളഞ്ഞവൻ്റെ പേരാണ് ദാവീദ്. ദേശത്തിൻ്റെ ന്യായാധിപതിയായ രാജാവായ ശൗൽ ലഘൂകരിച്ച് കണ്ടവൻ്റെ പേരാണ്, അവഗണിച്ച് കളഞ്ഞവൻ്റെ പേരാണ് ദാവീദ്. അവനോട് പറയുന്നുണ്ട്, മോനെ, നീ ബാലനാണ്, നിനക്കതിന് കഴിവില്ല. അങ്ങനെ അവഗണിച്ചവൻ്റെ പേരാണ് ദാവീദ്. സ്വന്തം ഭാര്യ ശൗലിൻ്റെ മകൾ മീഖൾ ഹൃദയത്തിൽ വല്ലാതെ ദാവീദിനെ അവഗണിച്ചതായി വിശുദ്ധ വേദപുസ്തകം എഴുതുന്നുണ്ട്. അവൻ പഞ്ഞിനൂലങ്കി വസ്ത്രം ധരിച്ച് പെട്ടകത്തിന്റെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുമ്പോൾ ശൗലിന്റെ മകൾ ദാവീദിന്റെ ഭാര്യ അവനെ ഹൃദയത്തിൽ നിന്ദിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വന്തം മകൻ അബ്ശാലോം അപ്പനെ അവഗണിച്ചതിന്റെ ചരിത്രവും വേദപുസ്തകത്തിലുണ്ട്. എല്ലാവരും അവഗണിച്ചെടുത്ത് എന്നെ കണ്ട ഒരു സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ കീർത്തനം പറഞ്ഞുകൊണ്ടാണ് 101-ാം സങ്കീർത്തനം ദാവീദ് എഴുതി വെക്കുന്നത്. അധികാരത്തിന്റെ സിംഹാസനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവനെ കൈപിടിച്ച് കയറ്റുമ്പോൾ അവന് പറയാൻ ഇതല്ലാതെ മറ്റൊന്നുമില്ല. ദൈവമേ, അവഗണനകളുടെ കൊടുമുടിയിൽ എന്നെ കണ്ട ഒരു സർവശക്തനായ ദൈവം. ഒറ്റപ്പെടലുകൾ വല്ലാതെ ഇങ്ങനെ ആഞ്ഞടിച്ചപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച ഒരു സർവശക്തനായ ദൈവം. അവന് കീർത്തനം പാടാതെ എങ്ങനെയാണ് എനിക്ക് ഈ യാത്രകൾ ആരംഭിക്കാനായിട്ട് കഴിയുക? ആട്ടിടയന്റെ കോലിന് പകരം അധികാരത്തിന്റെ ചെങ്കോൽ ദൈവം തമ്പുരാൻ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ, ആട്ടിടയന്റെ വസ്ത്രം മാറ്റി അധികാരത്തിന്റെ പടച്ചട്ട ദൈവം തമ്പുരാൻ അവന്റെ ശരീരത്തിലേക്ക് അണിയിക്കുമ്പോൾ, ആട്ടിടയന്റെ വലിച്ചു കെട്ടിയ കൂടാരത്തിൽ നിന്ന് അധികാരത്തിന്റെ സിംഹാസനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവനെ കൈപിടിച്ചുയർത്തുമ്പോൾ, ആട്ടിടയന്റെ തലപ്പാവിന് പകരം അധികാരത്തിന്റെ രാജമുടി സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവന്റെ തലയിൽ വെച്ച് അണിയിക്കുമ്പോൾ അവൻ പാടുകയാണ്, യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. എന്നെ കേൾക്കുന്ന കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ സത്യക്രിസ്ത്യാനി, എനിക്കും നിനക്കും പാടാൻ കഴിയുമോ? അവഗണനകളുടെ കാലത്ത്, ഒറ്റപ്പെടലുകളുടെ കാലത്ത്, ആരും സഹായത്തിനില്ലാതിരുന്ന കാലത്ത്, ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നീ വല്ലാതെ പകച്ചുപോയപ്പോൾ നിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന് കൈ പിടിച്ച് നടത്തി കുന്നംകുളത്തിന്റെ മലബാറിന്റെ ദേശത്ത് നിന്നെ അഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ ഭാഗ്യം തന്ന ദൈവത്തിന് ഒരു സ്തോത്രം പറയാൻ നീ മറന്നുപോയെങ്കിൽ ഇന്ന് രാത്രി പറയണം, യഹോവേ, യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. എല്ലാവരും
മറന്നുപോയപ്പോൾ എന്നെ കണ്ട ഒരു ദൈവം തമ്പുരാൻ, അവന് സ്തോത്രം. വടക്കൻ കേരളത്തിൽ ഒരു നായർ തറവാടുണ്ടായിരുന്നു. എല്ലാ മക്കളെയും കുറിച്ച് അപ്പന് വലിയ പ്രശംസയായിരുന്നു. എന്നാൽ ഒരു മകൻ മാത്രം, അവൻ പത്തായത്തിൻ്റെ പുറത്ത് കയറിയിരുന്ന പേപ്പറിൽ ഇങ്ങനെ കുത്തിക്കുറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ജോലിയും ചെയ്യത്തില്ല. അപ്പനെന്നും അവനെക്കുറിച്ച് സങ്കടമാണ്. അപ്പൻ പറയും, എൻ്റെ മറ്റു മക്കളെക്കുറിച്ച് എനിക്ക് അഭിമാനമാണ്, എന്നാൽ അവനെക്കുറിച്ച് എനിക്ക് സങ്കടമാണ്. ഒരു ജോലിക്കും പോകത്തില്ല, ഒരു പണിയും ചെയ്യത്തില്ല, വെറുതെ ജീവിക്കുകയാണ്. ഏറ്റവും അവസാനം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അപ്പൻ പറയുകയാണ്, എൻ്റെ ഈ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് സങ്കടമാണ്. അയ്യോ കഷ്ടം, അവൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. അന്നത്തെ അത്താഴത്തിൽ നിന്ന് കൈയിട്ടതിന് ശേഷം ആ കുഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, MD വാസുദേവൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവചരിത്ര പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, പിൽക്കാലത്ത് മകൻ്റെ പേരിൽ ഒരപ്പൻ അറിയപ്പെടുകയാണ്. മകൻ്റെ പേരിൽ ഒരപ്പൻ അറിയപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ ചില ചരിത്രങ്ങൾ പറയാനില്ലേ? വല്ലാതെ അവഗണിക്കപ്പെട്ടു പോയ, വല്ലാതെ ഒറ്റപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ. ദൈവം തമ്പുരാൻ നിന്നെ മാനിച്ചപ്പോൾ നിനക്കൊരു സ്തോത്രം പറയാൻ കഴിയാതെ പോയില്ലേ? കുന്നംകുളംകാരെ, എത്രയോ സ്തോത്രം പറഞ്ഞ ഒരു മണ്ണാണിത്. ഞാൻ ഓർക്കുകയാണ്, 2019 ഈ പന്തലിൽ വന്നപ്പോൾ മുഴങ്ങിക്കേട്ട സ്തോത്രങ്ങളൊക്കെ 2025 കുറഞ്ഞു പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ. സത്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, മലബാറിൻ്റെ മാരാമണ്ണിൽ കുറഞ്ഞുപോയ ചില സ്തോത്രത്തിൻ്റെ ശബ്ദങ്ങളുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങളെ ഒന്നൊന്നായി നിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചപ്പോൾ നീ തന്ന തമ്പുരാനെ മറന്നുപോയി. ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിന്റെ കഷ്ടകാലത്ത് വിളിക്കാൻ മാത്രമുള്ളവൻ്റെ പേരല്ല ദൈവം, നിന്റെ സുഖത്തിലും നിന്റെ സന്തോഷത്തിലും വിളിക്കാനുള്ള പേരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു മനുഷ്യൻ മുമ്പിലിരുന്ന് കരയുകയാണ്. ഞാൻ പ്രസംഗം കഴിഞ്ഞിറങ്ങി വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സ്നേഹിത, അങ്കിളെ എന്താണ് ഇങ്ങനെ കരയുന്നത്? ആ മനുഷ്യൻ പറയുന്നുണ്ട്, അച്ചോ, വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുമില്ലാതെ ഞാൻ ഈ പട്ടണത്തിൽ വന്നതാണ് അച്ചോ. ഒരു നിവൃത്തിയില്ലായിരുന്നു അച്ചോ. എൻ്റെ ഭാര്യയുമായി റെയിൽവേ സ്റ്റേഷനിൽ വല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന മനുഷ്യനാണ് ഞാൻ. എന്നാൽ ഇന്ന് അച്ഛൻ അറിയണമോ, ഈ കാണുന്ന കെട്ടിടങ്ങൾ മുഴുവൻ എൻ്റെ മക്കളുടെ പേരിലാണ് അച്ചോ. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ അറിയാമോ എൻ്റെ കുഞ്ഞുങ്ങളെ? ഇല്ല, അവർ ഈ പള്ളിയുടെ മുമ്പിൽ നിരന്നിരിപ്പുണ്ട് അച്ചോ, അവർ ഈ പള്ളിയുടെ മുമ്പിൽ നിരന്നിരിപ്പുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ആ മനുഷ്യൻ എന്നോട് പറയുകയാണ്, ഒരു ദിവസം പോലും അച്ചോ ഈ പള്ളിയിൽ നിന്ന് കണ്ണു നിറയാതെ ഞാൻ ഇറങ്ങിപ്പോയിട്ടില്ല അച്ചോ. കാരണം എന്താണെന്നറിയാമോ? ഒന്നുമില്ലായ്മയിൽ എന്നെ മാനിച്ച ഒരു ദൈവത്തെ കണ്ണു നിറഞ്ഞ് സ്തോത്രം പറയാതെ എങ്ങനെയാണ് എനിക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുക? മലബാറിൻ്റെ മക്കളെ, കുന്നംകുളത്തിൻ്റെ മക്കളെ, നിന്റെ ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മയിൽ നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ നീ മറന്നുപോയെങ്കിൽ ഇന്ന് രാത്രി അവൻ ഈ പന്തലിനകത്ത് വന്നിട്ടുണ്ട്. നീ മറന്നു കളയരുത്. നിന്റെ കുഞ്ഞുങ്ങൾ മറന്നുപോയെങ്കിൽ മറക്കരുത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഗുജറാത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഫോൺ കോൾ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് തോമസ് എന്നാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചു, ഡോക്ടർ തോമസ്. എന്നെ പരിചയപ്പെടുത്തി, അച്ചു ഞാൻ ഗുജറാത്തിൽ വന്നിട്ടുണ്ട്, ദൈവാലയം എവിടെയാണ് എന്നെനിക്കൊന്ന് പറഞ്ഞു തരണം. അദ്ദേഹം ഗുജറാത്ത് ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നത്. അവിടെ ഒരു ഇർമ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ വന്നതാണ്. ഉടനെ ഞാൻ ഈ അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ ഞാനിന്ന് ഗുജറാത്ത് ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്, പ്രിയപ്പെട്ട ജോബി കോരിദാച്ചനൊക്കെ ഇവിടെ ശുശ്രൂഷ ചെയ്തതാണ്. ഇന്ന് ആനന്ദിലല്ല ഞാൻ, ഏകദേശം 150 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് അങ്കിളെ ഞാൻ ഇന്ന് പള്ളിയിലില്ല. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ പള്ളിയിലുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചേ, ആനന്ദിലെ പള്ളി എവിടെയാണ്? ആ മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ അങ്ങ് തോറ്റുപോയി. ഞാൻ അദ്ദേഹത്തിന് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അദ്ദേഹം അവിടെ പോയി ആരാധനയിൽ പങ്കെടുത്തു. ആരുമില്ല, അച്ഛനില്ലെങ്കിൽ വീട്ടുകാർ വളരെ കുറവാണ്, അംഗങ്ങൾ വളരെ കുറവാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചെറണാകുളത്തേക്ക് വന്നു. ഞാൻ ആ മനുഷ്യനെ രാത്രിയിൽ വിളിച്ചു, അങ്കിളെ പള്ളിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അച്ചോ ഞാൻ ശ്രദ്ധിച്ചില്ല അച്ചോ എനിക്കൊരു പ്രമാണമുണ്ട് അച്ചോ. എൻ്റെ അമ്മ എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്, മോനെ നീ ഏത് ദേശത്ത് പോയാലും, നീ എന്താവശ്യത്തിന് എവിടെ പോയാലും അവിടെ ഒരു പള്ളി ഉണ്ടാവും. എൻ്റെ കുഞ്ഞവിടെ പോയി ഒരു വാക്ക് പ്രാർത്ഥിക്കാതെ എൻ്റെ കുഞ്ഞോടടുത്ത് പോലും വേറെ മാറിപ്പോകരുത്. അപ്പനും അമ്മയും ഇന്നില്ലച്ചോ, അവരൊക്കെ കടന്നുപോയച്ചോ. പക്ഷേ ആ പ്രമാണം ഇന്നും മറന്നു പോകാതെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും മക്കളൊക്കെ വിദേശത്ത് പോയിട്ടില്ലേ? ഓരോ ദിവസവും അവരുടെ വീഡിയോ കോളിൽ അവർ നിങ്ങളെ ഫോൺ വിളിക്കാറില്ലേ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പറയാതെ ഞാൻ പറയട്ടെ. മോനെ നീ വല്ലതും കഴിച്ചോടാ? നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടാ? എന്താണ് നിൻ്റെ വണ്ണമൊക്കെ ഇത്ര കുറഞ്ഞു പോയത്? ഒരു ദിവസമെങ്കിലും എൻ്റെ കുഞ്ഞെ നീ പള്ളി കണ്ടുപിടിച്ചോടാ? നീ പള്ളിയിൽ പോയോടാ? എൻ്റെ മോൻ രാവിലെ പ്രാർത്ഥിച്ചിട്ടാണോടാ ജോലിക്ക് പോയത്? എൻ്റെ മോൻ ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞിട്ടാണോടാ രാത്രി ഉറങ്ങിയത്? ഏതെങ്കിലും ഒരു അപ്പനും അമ്മയും കുഞ്ഞുങ്ങളോട് ചോദിക്കാൻ മറന്നുപോയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? കാരണം നിനക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങളെ തന്നപ്പോൾ, തമ്പുരാൻ നിനക്ക് വലിയ വീട് തന്നപ്പോൾ, കയറിക്കിടക്കാൻ മണിസൗധങ്ങൾ തമ്പുരാൻ തന്നപ്പോൾ, എല്ലാം തന്ന് ദൈവം നിന്നെ അനുഗ്രഹിച്ചപ്പോൾ നീ മറന്നുപോയത് നിന്റെ ദൈവത്തെയാണ്. ഇന്ന് രാത്രി നീ ആ
ദൈവത്തിലേക്ക് മടങ്ങണം. പ്രിയമുള്ളവരെ, ദരിദ്രവാസിയായ മനുഷ്യർ 8 മണി വരെ കിടന്നുറങ്ങുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നീ 5 മണിക്ക് എഴുന്നേൽക്കണം. കാരണം നീ ദൈവകൃപ അനുഭവിച്ചവനാ. അത്താഴപ്പട്ടിണിക്കാരൻ 2 ആഴ്ച പള്ളിയിൽ പോയാൽ നീ 5 ആഴ്ചയും പള്ളിയിൽ പോകണം. കാരണം ദൈവം നമ്പുരാൻ അതുപോലെ നിന്നെ അനുഗ്രഹിച്ചതാണ്. മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെയാണ് ജീവിതത്തിൻ്റെ അനുഗ്രഹം. ഈ ദൈവത്തെ എങ്ങനെയാണ് നിനക്ക് മറക്കാൻ കഴിയുക? അബ്രഹാമേ, ഇസഹാക്കിനോടാണോ നിനക്ക് സ്നേഹം, അതോ ഇസഹാക്കിനെ തന്ന ദൈവത്തോടാണോ? ഒറ്റ വാക്ക് മറുപടി, ഇസഹാക്കിനെ തന്ന ദൈവത്തോടാണ്. അനുഗ്രഹങ്ങൾ മുമ്പിൽ വെച്ചിട്ട് തമ്പുരാൻ ചോദിക്കുകയാണ്, നിനക്ക് ഈ അനുഗ്രഹങ്ങളോടാണോ സ്നേഹം, അതോ അനുഗ്രഹങ്ങൾ തന്ന ഒടേ തമ്പുരാനോടാണോ നിനക്ക് സ്നേഹം? പത്രോസ് മീൻ പിടിച്ച് കരയിൽ നിൽക്കുമ്പോൾ പത്രോസിനോട് തമ്പുരാൻ ചോദിക്കുക, പത്രോസേ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ് ഫിഷ്? ഈ മീൻ കൂട്ടത്തേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ വീടിനേക്കാൾ, നിന്റെ സമ്പത്തിനേക്കാൾ, നിന്റെ കുഞ്ഞുങ്ങളെക്കാൾ, നിന്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളെക്കാൾ നിനക്കെന്നോട് പ്രണയമുണ്ടോ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ചോദ്യം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാർത്തോമാ സഭ യാക്കോബ സഭയുമായിട്ടൊക്കെ കേസ് നടക്കുന്ന ഒരു കാലം, എല്ലാം തോറ്റുവരുന്നതായ സമയത്ത്, അന്ന് അഭിമന്യ തിരുമേനി, പാലക്കുന്നത്ത് തിരുമേനി ഒരു കൊച്ചു പള്ളിയിൽ ഇരിക്കുന്നതായ സമയത്ത് വിശ്വസ്തനായ കൊച്ചുവറീത് കയറി വരികയാ. കൊച്ചുവറീതിൻ്റെ മുഖം വല്ലാതെ മ്ലാനമായിട്ടുണ്ട്. കൊച്ചുവറീതിനോട് ചോദിക്കുന്നുണ്ട്, കൊച്ചുവറീതെ, കേസിൻ്റെ വിധി എന്തായടാ? കൊച്ചുവറീത് പറയുന്നുണ്ട്, തിരുമേനി തോറ്റുപോയി. തിരുമേനി അകത്തേക്ക് കയറിപ്പോയി. കണ്ണുനീര് വീണ് ഒരു പുസ്തകവുമായി ഇറങ്ങി വന്നു, വിശുദ്ധ വേദ പുസ്തകം. എന്നിട്ട് കൊച്ചുവറീതിനോട് ഇങ്ങനെ പറഞ്ഞു, കൊച്ചുവറീതെ, കരയാൻ കണ്ണുനീരും ഈ തുറന്ന പുസ്തകമുള്ളിടത്തോളം കാലം ഈ സഭയ്ക്കൊരു ദോഷം വരുത്തത്തില്ലടാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ നീ സഭയെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു കൊണ്ടുപോകുമ്പോൾ, ഈ മലബാറിൻ്റെ മണ്ണിൽ മുഴുവൻ ദൈവം തമ്പുരാൻ പള്ളി തന്നപ്പോൾ, ഈ 2025 ആണ്ടിൽ മാർത്തോമാ സഭയ്ക്ക് ഈ ദൈവത്തോടുള്ള കടപ്പാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണം, യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ 2012 ജൂലൈ മാസം 6-ാം തീയതി മുതുപേഴുങ്കൽ സെൻറ് തോമസ് മാർത്തോമ പള്ളിയിൽ വെച്ച് എൻ്റെ പട്ടം കൂടെ ശുശ്രൂഷ നടക്കുകയാണ്. കാലം ചെയ്ത അത്തനാസ്യോസ് തിരുമേനിയാണ് എനിക്ക് പട്ടം തന്നത്. 2012 ജൂലൈ മാസം 6-ാം തീയതി പ്രിയപ്പെട്ട ജോ മാത്യു അച്ഛൻ എൻ്റെ പള്ളിയിലാണല്ലോ, എനിക്ക് മുമ്പേ പട്ടം കിട്ടിയ വൈദികനാണ്. പ്രിയമുള്ളവരെ, അന്നത്തെ പട്ടം കൂടെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു. പുറത്താളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പള്ളിയിലെ പ്രായമായൊരമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോടിങ്ങനെ പറഞ്ഞു ചെവിയിൽ, മോനെ, നീ ഒരു വൈദികനായാലും, നീ ഒരു മെത്രാച്ചനായാലും, അമ്മച്ചി വിചാരിച്ച് ഞാൻ കല്യാണം കഴിക്കാതെ ഒരു പക്ഷേ നീക്കുന്നേക്കാമെന്ന് വിചാരിച്ചു പറഞ്ഞു, നീ ഒരു മെത്രാച്ചനായാലും, നീ ഈ ഭൂമിയുടെ ഏത് സ്ഥാനത്ത് പോയാലും, എൻ്റെ കുഞ്ഞെ, എനിക്ക് നിന്നെ ഓർമ്മപ്പെടുത്താൻ ഒരു കാര്യമുണ്ട്. നീ വന്ന വഴികൾ ഒരു കാലത്തും നീ മറന്നു പോകരുത്. നീ വന്ന വഴികൾ ഒരു കാലത്തും നീ മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, 36 വർഷം മുമ്പ് ഒരപ്പൻ മരിച്ചപ്പോൾ ഒരമ്മ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് 3 കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരികയാണ്, പ്രാർത്ഥിച്ച് വളർത്തിക്കൊണ്ടുവരികയാണ്. ആ അമ്മ മുട്ടാത്ത വാതിലുകളില്ല, ആ അമ്മ സഹായം ചോദിക്കാത്ത ഇടങ്ങളില്ല, സഹായം കിട്ടുമെന്ന് കരുതുന്ന ഇടങ്ങളെല്ലാം വല്ലാതെ ആ അമ്മയുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ, സഹായം തരുമെന്ന് കരുതിയ മനുഷ്യരൊക്കെ അമ്മയുടെ മുമ്പിൽ വല്ലാതെ കണ്ണിറുക്കി അടച്ചു കളഞ്ഞപ്പോൾ, ആ അമ്മയ്ക്ക് ശരണം സ്വർഗത്തിലെ തമ്പുരാൻ മാത്രമേ ഉള്ളായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരോടെ ഒരു മാതാവ് കുഞ്ഞുങ്ങളെയും പിടിച്ചെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ ഒരു വൈദികനായി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആ അമ്മച്ചിയുടെ ശബ്ദം കാതിൽ മുഴങ്ങുന്നുണ്ട്, നീ വന്ന വഴികൾ മറന്നു പോകരുത്. അരവയറിനാഹാരമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, കഷ്ടപ്പാടുകളുടെ കാലങ്ങളിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നീ വല്ലാതെ പതറിപ്പോയപ്പോൾ, നിന്നെ അനുഗ്രഹിച്ചോ ഈ കുന്നംകുളത്തിൻ്റെ മണ്ണിൽ ഇത്രത്തോളം നിന്നെ ബഹുമാനിച്ച ഒരു ദൈവത്തെ എങ്ങനെയാണ് നിനക്ക് മറക്കാൻ കഴിയുക? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദൈവത്തെ മറന്നുപോയില്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ മക്കൾ ഈ ദൈവത്തെ മറന്നുപോയില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാൻ എനിക്കുള്ളത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ മാത്രം സ്തോത്രം പറയരുത്. ഇന്ന് നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് സങ്കടം വരുമ്പോൾ ഓടി പള്ളിയിലോട്ട്, സന്തോഷമുള്ളപ്പോൾ ദൈവവുമില്ല, ഒന്നുമില്ല. പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്ന പിന്നെ കൂരായണ കൂരായണ. ഒരു വൈദികൻ പറയുന്നുണ്ട്, ഇന്ന് ദാരിദ്ര്യവാസിക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് പള്ളിക്കകത്ത്. അല്പം കാശിനും പുത്തനുമായവൻ നിൽക്കുന്ന സ്ഥലമാണ് പള്ളിയുടെ പുറത്ത്. കയ്യിലൊരു ചെയിനുമായി, കഴുത്തേലൊരു മാലയുമായാൽ പിന്നെ എവിടെ നിന്ന് ഇറങ്ങിക്കോണം? പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കോണം. പിന്നെ എന്തോത്തിന് ദൈവത്തെ വിളിക്കാനാ? ദൈവത്തെ വിളിക്കാനാ? ചോദിച്ചതെല്ലാം ദൈവം തമ്പുരാൻ തന്നില്ലേ? പണ്ട് എനിക്ക് യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ചെറിയ അസുഖമുണ്ട്. ഈ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഈ നല്ല വേദനയാണ്, ഈ കാലിൻ്റെ ഉപ്പൂറ്റിക്കാണ് വേദന. അപ്പോൾ ചില ഞായറാഴ്ചകളിലൊക്കെ ഞാൻ ഈ വിശുദ്ധ കുർബാന എടുക്കുമ്പോൾ എൻ്റെ പള്ളിക്കാർ പറയും, അച്ഛാ ഇന്നത്തെ കുർബാന നല്ല രസമായിരുന്നു, നല്ല ഈണമായിരുന്നു എന്ന് പറയും. അത് അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ഈ എന്നാണ് പള്ളിക്കാർ ഈ കുർബാനയ്ക്ക് ഈണമായിരുന്നു എന്ന് പറയുന്നത്, അന്ന് എനിക്ക് യൂറിക് ആസിഡ് മൂത്ത് വയ്ക്കുന്ന ദിവസമാണ്.
പിന്നീടാണ് എനിക്ക് മനസ്സിലായി യൂറിക് ആസിഡ് മൂത്ത് അങ്ങോട്ട് കയറുമ്പോൾ ഈ ഉപ്പൂറ്റി എന്ന വേദന കയറും. അപ്പോൾ ഈ ദൈവമേ നീ പരിശുദ്ധൻ എന്ന് പറയുന്നതിന് ഭയങ്കര നീളമാണ്. കാരണം ഈ താഴെ നിന്ന് വേദന കയറുമ്പോൾ വിളിക്കെന്തോ ഒരു നീളമാണെന്നറിയാവും. അപ്പോൾ പള്ളിക്കാർ പറയും ഇന്നത്തെ കുർബാന സൂപ്പറായിരുന്നെന്ന്. എന്നാൽ യൂറിക് ആസിഡ് ഇല്ലാത്ത ദിവസം നീളം അങ്ങ് കുറയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് പലപ്പോഴും നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഓടി വരാനുള്ള ഒരിടമായി തമ്പുരാൻ മാറിപ്പോയെങ്കിൽ ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്തട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും സ്തോത്രം പറയാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിന് നന്ദി. നിന്നെ നടത്തിയ തമ്പുരാനെ നിന്റെ കുഞ്ഞുങ്ങൾ മറക്കരുത്. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒന്ന്, അവനവൻ്റെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി. രണ്ട്, അവനിലേക്ക് മടങ്ങുകയാണ്. ഒന്ന് ദൈവത്തിലേക്കുള്ള മടക്കമാണെങ്കിൽ, രണ്ട് അവനിലേക്കുള്ള മടക്കമാണ്. 101-ാം സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുന്നത്: ഞാനൊരു നീചകാര്യവും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. താപ്പോട്ട് ദാവീദിൻ്റെ സത്യപ്രതിജ്ഞയാണ്, ഞാൻ ഇനി മുതൽ ഇങ്ങനെ ജീവിക്കുമെന്ന് അവൻ വിളിച്ചു പറയുകയാണ്. ഇന്ന് വരെ ജീവിച്ചതുപോലെയല്ല, ഇനി മുതൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്നവൻ വിളിച്ചു പറയുകയാണ്. രണ്ട്, അവനിലേക്ക് മടങ്ങുകയാണ്. അവൻ്റെ സത്യപ്രതിജ്ഞ. പ്രിയമുള്ളവരെ, സാധാരണ തീരുമാനങ്ങൾ എടുക്കുന്നത് ഡിസംബർ മാസം 31-ാം തീയതിയാണ്. നമ്മളൊക്കെ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്നത് അല്ല. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവന് ആ അധികാരത്തിൻ്റെ സിംഹാസനം ഒരു സത്യപ്രതിജ്ഞയുടെ ഇടമായി തീരുന്നുണ്ട് എന്നുള്ളത് മറക്കരുത്. ഇന്നു മുതൽ ഞാൻ വ്യത്യസ്തനായി ജീവിക്കുമെന്നാണ് അവൻ ലോകത്തോട് പറയുന്നത്. എങ്ങനെയും ജീവിക്കാം, എങ്ങനെയും നടക്കാം എന്നുള്ളത് ശീലമായി പോയൊരു സമൂഹത്തിൽ ദാവീദ് പറയുകയാണ്, ഇനി മുതൽ എൻ്റെ ജീവിതം ഇങ്ങനെയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നീ എങ്ങനെ ജീവിക്കുമെന്ന് ലോകത്തോട് പറയുന്നതിൻ്റെ പേരാണ് സുവിശേഷം. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിച്ച് ജീവിക്കുമെന്ന് യോശുവ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. നോഹയുടെ കാലത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്: നോഹയുടെ കാലം വല്ലാതെ മ്ലേച്ഛത കൊടികുത്തിമാണ കാലമാണ്. എന്നാൽ നോഹയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, ഒരു മ്ലേച്ഛത പോലും തൊടാതെ ജീവിച്ചവൻ്റെ പേരാണ് നോഹ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മ്ലേച്ഛത വല്ലാതെ കൊടികുത്തി വാഴുന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ നന്നായി ജീവിക്കാൻ കഴിയുന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 15-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ഇങ്ങനെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഈ സങ്കീർത്തനം എഴുതാൻ ഒരു കാരണമുണ്ട്. ദാവീദ് ഇസ്രായേലിൽ നിന്നും 30,000 പേരെ കൂട്ടി ദൈവത്തിൻ്റെ പെട്ടകം ബാലെ യഹൂദിൽ നിന്നും കൊണ്ടുവരേണ്ടതിന് ഇങ്ങനെ പോവുകയാണ്. നല്ലൊരു വണ്ടിയുമൊക്കെയായി അവൻ പോയി. അവിടെ ചെന്നിട്ട് ദൈവത്തിൻ്റെ പെട്ടകം അവൻ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരികയാണ്. തേരാളികൾ മുമ്പിൽ നിന്ന് ഇത് നയിക്കുകയാണ്. അബിനദാബിൻ്റെ പുത്രൻ ഉസ്സ, ദാവീദ് ഇവരെല്ലാവരും ചേർന്ന് താളമേള കൈത്താങ്ങളോടെ നൃത്തം ചെയ്ത് ദൈവത്തിൻ്റെ പെട്ടകം എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോൾ നാഖോൻ്റെ കളത്തിലെത്തുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ വെച്ചാണ് ശൗലിൻ്റെ മകൾ മീഖൾ അവനെ ഹൃദയത്തിൽ നിന്ദിക്കുന്നത്. അവൻ വസ്ത്രം ഊരിക്കളഞ്ഞു, പഞ്ഞി നൂലങ്കി വസ്ത്രം ധരിച്ച് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുമ്പോൾ ശൗലിൻ്റെ മകൾ മീഖൾ അവനെ ഹൃദയത്തിൽ നിന്ദിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഇത് നാഖോൻ്റെ കളത്തിലെത്തുമ്പോൾ ഉടനെ കാള വിരണ്ടു എന്നാണ് രേഖപ്പെടുത്തുന്നത്. കാള വിരണ്ടപ്പോൾ പെട്ടകം താഴെ വീഴാൻ തുടങ്ങുകയാണ്. പെട്ടകം താഴെ വീഴാൻ തുടങ്ങുന്നത് കണ്ടതായ ഉസ്സ എന്ന് പറയുന്ന മനുഷ്യൻ കൈ നീട്ടി പെട്ടകത്തെ പിടിച്ചു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. അവിടെ ഇങ്ങനെയാണ് ആ സംഭവം അവസാനിക്കുന്നത്. ഉടനെ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ഉസ്സ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ വീണ് മരിച്ചുപോയി. ഇത് കണ്ടതും ദാവീദിനെ ഭയം വല്ലാതെ പിടിച്ചു. ദാവീദിൻ്റെ ഹൃദയം വല്ലാതെ ഇടിച്ചു. അവൻ്റെ മുട്ടുകൾ വല്ലാതെ വിറച്ചു. അവൻ അന്ന് പാടിവെച്ച സങ്കീർത്തനം, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ദൈവത്തിൻ്റെ കൂടാരത്തിൽ പാർക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യൻ ആരാണ്? നിന്റെ പെട്ടകത്തെ തൊട്ട മനുഷ്യൻ വീണ് മരിച്ചു പോയെങ്കിൽ നിന്റെ കൂടാരത്തിൽ പാർക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യൻ ആരാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ദാവീദ് അതിൻ്റെ ഉത്തരം പറഞ്ഞു വെക്കുന്നുണ്ട്. നിഷ്കളങ്കനായി നടക്കുന്നവൻ, നീതി പ്രവർത്തിക്കുന്നവൻ, സത്യം സംസാരിക്കുന്നവൻ, നാവ് കൊണ്ട് കുരള പറയാത്തവൻ, സഹോദരന് അപമാനം വരുത്താത്തവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുന്നവൻ, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്നവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ, ഇങ്ങനെയുള്ളവൻ യഹോവയുടെ പർവ്വതത്തിൽ കയറും, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ആത്യന്തികമായി ഇത്ര മാത്രമേ ഉള്ളൂ. ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറാൻ ഭാഗ്യമുള്ളൂ.
ഇന്ന് രാത്രി നീ നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോകണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കാലം മുഴുവൻ ജീവിച്ച ഞാനും നിങ്ങളും ഇന്ന് രാത്രി ആത്മാർത്ഥമായി ഹൃദയത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ: ദൈവമേ, നിന്റെ പർവ്വതത്തിൽ കയറാൻ എനിക്ക് ഭാഗ്യമുണ്ടാവുമോ? ഇന്ന് വീണ് മരിച്ചു പോയാൽ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാവുമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോഴാണ് ജീവിതം അർത്ഥമുള്ളതായി തീരുന്നത്. പണ്ട് ഞങ്ങൾ കോളേജിൽ പോകുമ്പോൾ ഈ ആളുകൾ, പ്രത്യേകിച്ച് ഈ കുരിശും തൊട്ടി കാണുന്ന സമയത്ത് കുരിശ് വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും വരയ്ക്കുന്നുണ്ടാവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, കുരിശും തൊട്ടിയുടെ മുമ്പിൽ കുരിശ് വരയ്ക്കാനല്ല, ഒരു കുരിശും തൊട്ടി പോലെ ജീവിക്കാൻ ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധി കോംപ്രമൈസ് ചെയ്യരുത് പ്രിയമുള്ളവരെ. ഞാനൊരു നീചകാര്യവും എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ദാവീദിൻ്റെ സത്യപ്രതിജ്ഞയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ആസയുടെയും അസൂബയുടെയും മകൻ. ആ മാതാപിതാക്കളെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് നീതിയോടെ ജീവിച്ച അപ്പനും അമ്മയും. ആ മകനെ കുറിച്ച് വേദപുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പനും അമ്മയും എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിച്ച മകൻ. എന്നാൽ വേദപുസ്തകത്തിൽ വേറൊരു മനുഷ്യനെ കാണുന്നുണ്ട്, അഹസ്യാവ്. ആരുടെ മകനാണ്? ആഹാബിൻ്റെ മകൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പൻ എങ്ങനെ മ്ലേച്ഛത ചെയ്തോ അതുപോലെ മ്ലേച്ഛത ചെയ്ത ഒരപ്പൻ്റെ മകൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച മാതാപിതാക്കളുടെ മക്കളാണ് നമ്മൾ. നാളെ വിശുദ്ധ കുർബാനയാണ്. ജീവിതത്തിലേക്കൊരു മടക്കമുണ്ടാവണം. ദൈവമേ, എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ വിശുദ്ധികളൊക്കെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ആവും പോലെ വേണ്ടും പോലെ ജീവിക്കാൻ എനിക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവമേ എൻ്റെ ജീവിതത്തെ ഒന്ന് രൂപപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ഇന്ന് നമ്മുടെ വിശുദ്ധികളൊക്കെ പ്രിയമുള്ളവരെ, ഈ ലൈറ്റ് ഒന്ന് ഓഫായാൽ തീരാവുന്ന വിശുദ്ധികൾ മാത്രമല്ല ഉള്ളൂ. വെട്ടമൊന്ന് അസ്തമിച്ചാൽ, വെട്ടമൊന്ന് ഇരുട്ടായിപ്പോയാൽ തീരാവുന്ന വിശുദ്ധികളല്ല ഉള്ളൂ. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ, അദ്ദേഹം ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വാർത്ത ടി വിയിൽ നടക്കുകയാണ്. ഉടനെ ഭാര്യയ്ക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്നൊരു ഫോൺ വന്നു. വീട്ടിൽ ആർക്കും അത്യാസന്നമായി രോഗാവസ്ഥയിലായിരിക്കുന്നു. ഉടനെ ഭാര്യ പെട്ടെന്ന് ഭർത്താവിൻ്റെ അടുത്ത് വന്നു. പുള്ളി നോക്കുന്നു പോലുമില്ല, പുള്ളി ടി വിയിലാണ്. ഭാര്യ പെട്ടെന്ന് പോയി ഭക്ഷണമൊക്കെ വിളമ്പി മൂടി മേശപ്പുറത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഭർത്താവിനോട് വന്നു, അച്ചായ, ഞാൻ വീട് വരെ പോവാണ്, ഞാൻ തിരിച്ചു വരാൻ അല്പം വൈകും, ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ മറക്കരുത്. അച്ചായൻ സെൻസിറ്റീവായിട്ടുള്ള വാർത്ത കണ്ടുകൊണ്ട് സമയം പോയി. രാത്രി 12:30 ആയപ്പോൾ കരണ്ട് പോയപ്പോഴാണ് അച്ചാൻ അറിയുന്നത് അത്താഴം കഴിച്ചിട്ടില്ല. പെട്ടെന്ന് അച്ചാൻ എഴുന്നേറ്റ് അത്താഴം കഴിക്കാൻ ചെന്നപ്പോൾ ഭക്ഷണം തണുത്ത് വറങ്ങലിച്ചിരിക്കുകയാണ്. ഉടനെ അച്ചായൻ വിചാരിച്ച്, ഇതിനി എങ്ങനെ ചൂടാക്കി കഴിക്കുന്നത്, വേറെന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം. മനുഷ്യൻ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആകെ ഒരു 3-4 പഴുത്ത മാങ്ങ മാത്രമുണ്ട്. അദ്ദേഹം ആ മാങ്ങ എടുത്തു, ഒരു കൊച്ചു മെഴുകുതിരി കത്തിച്ച് വെച്ചു. എന്നിട്ട് ആദ്യത്തെ മാങ്ങ ഭംഗിയായി ഇങ്ങനെ പൂളിയെടുക്കുമ്പോൾ അതിനകത്ത് നിറച്ച് പുഴുവാണ്. അപ്പോൾ ആ മാങ്ങ അദ്ദേഹം കളഞ്ഞു. രണ്ടാമത്തെ മാങ്ങ എടുത്തു, അതും ഭംഗിയായി ഒന്ന് കഴുകി വൃത്തിയാക്കി പൂളിയെടുക്കുമ്പോൾ പഴയതിനേക്കാൾ പുഴുവാണ് രണ്ടാമത്തേൻ്റെ അകത്ത്, അതും പോയി. ഇനി 2 മാങ്ങയെ മുമ്പിലുള്ളൂ. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി വന്നാൽ പിന്നെ നേരെ ദൈവത്തെ വിളിച്ചോണമെന്നാ. ഈ മനുഷ്യൻ 3ാമത്തെ മാങ്ങ എടുത്ത് കൈവച്ചിട്ട് പറഞ്ഞു, തമ്പുരാനെ, ഇതിനകത്തെ പുഴുവിനെ നീ മാറ്റിത്തരണേ, കാരണം അല്ലെങ്കിലും നമ്മുടെ കാര്യം സാധിക്കാനുള്ള പാർട്ടിയാണല്ലോ തമ്പുരാൻ. പുള്ളി ഒരു റൂഷ്മൊക്കെ വരച്ച് 3ാമത്തെ മാങ്ങ കണ്ടിച്ചു. അത് 2 എണ്ണത്തിനേക്കാൾ പുഴുവാണ്. ഇനി ഒരൊറ്റ മാങ്ങ ഇവിടെ ഉള്ളൂ. അത് കണ്ടിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ മനുഷ്യനറിയാം. പുള്ളിക്കാരനറിയാം ഈ 3 എണ്ണത്തിനേക്കാൾ പുഴുവായിരിക്കും അതിനകത്ത്. അത്താഴം ഇനി വേറെ ഇല്ല. ആ മനുഷ്യന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അദ്ദേഹം ഒരൊറ്റ ഊതിന് ഈ മെഴുകുതിരിയാൻ കടത്തി. എന്നിട്ട് ഈ മാങ്ങ അങ്ങോട്ട് കണ്ടിച്ചു. അദ്ദേഹം നല്ല സുഖമായിട്ടത് കഴിച്ച് രാത്രി കയറി കിടന്നുറങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്ന് വെട്ടം തീർന്നാൽ തീരുന്നതല്ലേ നമ്മുടെയൊക്കെ വിശുദ്ധികൾ. പൗലോസ് പറയുന്നുണ്ട്, ആരും ദുഷിക്കാത്ത സാക്ഷ്യമുള്ള മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കണം. ഗുരു ശിഷ്യനോട് പറയുന്നുണ്ട്, നമുക്ക് പട്ടണത്തിൽ വരെ പോയി ഒന്ന് പ്രസംഗിച്ചിട്ട് തിരിച്ചു വരാം. അവർ പോയി പ്രസംഗിക്കാതെ തിരിച്ചു വന്നു. ഉടനെ ശിഷ്യൻ ചോദിച്ചു, പ്രസംഗിക്കാനില്ലയോ പോയെ, പിന്നെന്തിനാണ് പ്രസംഗിക്കാതെ തിരിച്ചു വന്നത്? ഉടനെ ഗുരു ശിഷ്യനോട് പറഞ്ഞു, മോനെ, എടാ സ്നേഹിത, നമ്മൾ പോയ പോക്ക് തന്നെ ഒരു പ്രസംഗമല്ലായിരുന്നോടാ. നമ്മൾ പോയ പോക്ക് തന്നെ ഒരു പ്രസംഗമല്ലായിരുന്നോടാ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സത്യക്രിസ്ത്യാനി, പോയ പോക്കുകളൊക്കെ പ്രസംഗമായിരുന്ന മാതാപിതാക്കളുടെ മക്കളാണ് നമ്മൾ. എന്നാൽ ഇന്ന് വടി വെക്കുന്നിടത്ത് കുട വെക്കാതെ പോയില്ലേ ക്രിസ്ത്യാനികൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കരിമ്പിൽ ചെറിയാച്ചൻ ആലപ്പുഴ മാർക്കറ്റിൽ ശർക്കര വിൽക്കാൻ ചെന്നാൽ ഇന്ന് വരെ അത് തൂക്കി നോക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നാൽ കരിമ്പിൽ ചെറിയാച്ചൻ്റെ തലമുറക്കാർ നമ്മൾ ആലപ്പുഴ മാർക്കറ്റിൽ ഇന്ന് ശർക്കരയും കൊണ്ടുപോയാൽ അവനൊരു 50 പ്രാവശ്യം തൂക്കും.
വേണേ അവൻ ആ ശർക്കര തല്ലിപ്പൊട്ടിച്ച് നോക്കും. കാരണം അവനറിയാൻ വല്ല കല്ലുമല്ലോ ഇതിൻ്റെ അകത്ത് അവൻ കയറ്റി വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, നസ്രാണി കൊണ്ടുവന്നതല്ലേ. അങ്ങനെ സംഭവിക്കത്തുള്ളൂ അവനറിയാം. എവിടെയാണ് നിന്നിലുള്ള വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയത്? നിൻ്റെ ജീവിതത്തിൻ്റെ നിലപാടുകളൊക്കെ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? ഞാനൊരു ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാൻ അവിടെ നിന്നൊരു ദിവസം സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഒരു വലിയ ആൾക്കൂട്ടം. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് കാണാൻ എൻ്റെ ബൈക്കിലിരുന്ന് ഞാൻ എത്തി നോക്കിയപ്പോൾ മനുഷ്യൻക്ക് കേൾക്കാൻ പറ്റാത്ത തെറിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് നിൽക്കേണ്ട സ്ഥലമല്ല. ഞാൻ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പരിചയമുള്ള ഒരു ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഈ നല്ല തെറി വിളിക്കുന്നത് എൻ്റെ പള്ളിയിലെ സെക്രട്ടറിയാണ്. ഞാൻ അങ്ങ് അമ്പരന്ന് പോയി, തമ്പുരാനെ സംഭവം എന്താണ് എന്ന് ഞാൻ അടുത്ത് നിന്ന് ഒരു സ്നേഹിതനോട് ചോദിച്ചു. അദ്ദേഹം വണ്ടി ഓടിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വേറൊരു മനുഷ്യൻ തട്ടിയതാണ്. അവനുമായിട്ടുള്ള തർക്കമാണ്. മനുഷ്യൻ കേൾക്കാത്ത ചീത്തയാണ് വിളിക്കുന്നത്. പിറ്റേ ദിവസം ഞായറാഴ്ച അദ്ദേഹം രാവിലെ പള്ളിയിൽ പരസ്യം എഴുതാൻ വന്നപ്പോൾ അദ്ദേഹം ഒരു കുസലുമില്ലാതെ എൻ്റെ മുമ്പിൽ നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, അച്ചോ പ്രൈസ് ദി ലോർഡ്, അച്ചോ പ്രൈസ് ദി ലോർഡ്. 3 ദിവസം മുമ്പ് മനുഷ്യൻ കേൾക്കാത്ത ചീത്ത പറഞ്ഞവൻ ഞായറാഴ്ച എൻ്റെ കണ്ണി നോക്കിയിട്ട് പറയാ, പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നീ ഇന്ന് രാത്രി നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് മടങ്ങണം. നിൻ്റെ ജീവിതം ദൈവത്തിന് നിരക്കാത്തതുപോലെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അശുദ്ധിയുടെ ലോകത്തിൽ നീ പുലർത്തേണ്ട ഒരു നൈർമല്യത്തിൻ്റെ പാഠം ദൈവം തമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട്. യഹോവേ, ഇന്നു മുതൽ ഒരു നീചകാര്യം ഞാൻ എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. വഷളന്മാരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. ഒരിക്കലും ഞാൻ അതിനോട് ചേർന്ന് ജീവിക്കുകയില്ല. നാട്ടിലൊരു സഭയുണ്ടല്ലോ, ബ്രദറൻ സഭ. അതിൻ്റെ മലയാളം നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയായിരിക്കും, വേർപാട് സഭ. അതേ, സത്യക്രിസ്ത്യാനി മാർത്തോമക്കാരാ, നീ വേർപെട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ലേവ്യ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. നിങ്ങൾ പാർത്തിരിക്കുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്, മറിച്ച് നിങ്ങളെ കൊണ്ടുവന്ന ദേശത്തിലെ നടപ്പ് പോലെയും നിങ്ങൾ നടക്കരുത്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നീ നടക്കണം. കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ വിശ്വാസിയെ കുന്നംകുളത്തെ നടപ്പ് പോലെ നീ നടക്കരുത്. നീ വന്ന നാട്ടിലെ നടപ്പ് പോലെ നീ നടക്കരുത്, മറിച്ച് നിന്നെ സ്വർഗത്തിലെ തമ്പുരാൻ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നീ നടക്കണം. ഇന്ന് നമ്മുടെ മക്കൾ നാടോടുമ്പോൾ നടുവേ ഓടുന്ന ജീവിതമാണ് എങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം, മോനെ, നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്ക് ജീവിതത്തിനൊരു നിലപാടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യാക്കോബ് ഒരു അന്യദേശത്തെ ഓടിപ്പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അവൻ രാത്രിയിൽ ഒരു കല്ലെടുത്ത് വെച്ച് കിടന്നുറങ്ങുകയാണ്. ഉള്ളിൽ ഭയമാണ്. സ്വന്തം സഹോദരനെ കബളിപ്പിച്ചതിൻ്റെ കുറ്റബോധം ഒരു സൈഡിൽ, സ്വന്തം അപ്പനെ വഞ്ചിച്ചതിൻ്റെ കുറ്റബോധം മറ്റൊരു സൈഡിൽ. അവൻ ഓടിപ്പോകുമ്പോൾ അവൻ ഇങ്ങനെ തലയണയായി കല്ല് വെച്ച് കിടന്നുറങ്ങുമ്പോൾ അവനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റു. അവൻ തലയണയായി വെച്ച കല്ലെടുത്ത് തൂണായി നിർത്തി അതിലെണ്ണ ഒഴിച്ചു. എന്നിട്ട് യാക്കോബ് ഒരു സത്യപ്രതിജ്ഞ ചെയ്തു, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് നീ എന്നെ മടക്കി കൊണ്ടുവന്നാൽ നീ എനിക്ക് ദൈവമായിരിക്കും, ഞാൻ നിനക്ക് മകനായിരിക്കും, ഞാൻ നാട്ടിയ കല്ല് നിനക്ക് ദൈവാലയമായിരിക്കും, എൻ്റെ മരണം വരെ ഞാൻ നിനക്ക് സകലത്തിലും ദശാംശം നൽകിയിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ സത്യപ്രതിജ്ഞ പോലെ ഇന്ന് രാത്രി ഈ വചന കൂടാരത്തിനട് അകത്തിൽ ഞാനും നിങ്ങളും ഒരു കല്ല് നാട്ടണം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തീരുമാനത്തിൻ്റെ കൽത്തൂൺ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തീരുമാനത്തിൻ്റെ കൽത്തൂൺ. ഇന്നലെ വരെ ജീവിച്ചതുപോലല്ല. 73-ാമത്തെ ഈ കുന്നംകുളം ഭദ്രാസന കൺവെൻഷൻ കഴിഞ്ഞ് ഈ പന്തലിന് വെളിയിലിറങ്ങുമ്പോൾ ഞാനൊരു വിശുദ്ധനായി ജീവിക്കുമെന്ന്, എൻ്റെ കുടുംബവും ഞങ്ങളും ഒരു വിശുദ്ധന് ചേർന്ന പോലെ ജീവിക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോകാൻ കഴിയണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പോൾ മാത്രമേ നിന്റെ ജീവിതം അനുഗ്രഹമായി തീരത്തുള്ളൂ എന്ന് ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഉശിലാംപെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾക്കറിയായിരിക്കാം. പെൺകുഞ്ഞിൻ്റെ ജനനദിനം തന്നെ എരിക്കിൻകാ കൊടുത്ത് കുഞ്ഞിനെ കൊന്നുകളയുന്ന ഒരു ദേശം, കൊല്ലാർ വംശജർ ജീവിച്ച മധുരയ്ക്കടുത്തുള്ള ഒരു ദേശം. അവർ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ മോളെ നിനക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന കാലമല്ല എന്ന് പറഞ്ഞ് ഒരു എരിക്കിൻകാ കൊടുത്ത് കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ഒരു ദേശം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തിരിച്ചറിയണം, ലോകത്തിൻ്റെ മ്ലേച്ഛത വല്ലാതെ കൊടികുത്തി വാഴുമ്പോൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മോനെ, നിനക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലമല്ലിത്. പക്ഷേ എൻ്റെ കുഞ്ഞെങ്ങനെ ജീവിക്കണം? പ്രമാണം പോലെ ജീവിക്കണം. സത്യക്രിസ്ത്യാനി, നിനക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്, നിൻ്റെ മക്കൾക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും വിളിക്കുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. എനിക്കൊരു മനുഷ്യനെ അറിയാം. അദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയൊരു മനുഷ്യനാണ്. സാധാരണ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. അവർക്ക് കിട്ടുന്ന ഒരു കാർഡുണ്ട്, മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന ഒരു കാർഡുണ്ട്. ഈ കാർഡും കൊണ്ടുപോയാൽ അവർക്ക് കിട്ടുന്ന ഒരു സൂത്രമുണ്ട്. എന്തുവാ? നിങ്ങൾ മിണ്ടത്തില്ലെന്ന് എനിക്കറിയാം. സോപ്പോ? നല്ല കളിയായിപ്പോയി.
സോപ്പല്ല പ്രിയമുള്ളവരെ, മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമുണ്ട്. എന്തുവാ? കോട്ട. കോട്ട കോട്ട എന്നായിരുന്നു പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ, കോട്ട. ആ മനുഷ്യൻ്റെ അടുത്ത് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇടവക വികാരി സന്ദർശനത്തിന് വന്നിട്ട് ചോദിച്ചു, മിലിറ്ററിയിലെ കാർഡുണ്ടോ? ഉണ്ട്. ഇന്നിവിടെ ഇരിക്കുന്നവർ കാർഡൊന്നും കാണിക്കണ്ട. കോട്ട കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എത്ര കുപ്പി കിട്ടുന്നുണ്ട്? 4 കുപ്പി കിട്ടുന്നുണ്ട്. എന്തോ ചെയ്യുകയാണ്? കുടിക്കത്തില്ല. ഞാൻ കുടിക്കത്തില്ല അച്ചോ. പിന്നെ അതെന്തോ ചെയ്യും? അത് വിൽക്കും അച്ചോ. അതിന് ഭയങ്കര ഡിമാൻഡാണ്. കാരണം അത് അടിച്ചു കഴിഞ്ഞാൽ, നോർമൽ അടിച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ കണ്ണു തുറക്കത്തെങ്കിൽ, മിലിറ്ററി അടിച്ചു കഴിഞ്ഞാൽ 3-4 ദിവസം പിന്നെ കണ്ണു തുറക്കത്തില്ല. അതുകൊണ്ട് ഭയങ്കര ഡിമാൻഡാണ് നാട്ടിൽ. നല്ല പൈസയ്ക്ക് വിറ്റ് പോകാം, വിൽക്കും. അന്ന് പള്ളിയിലെ വൈദികൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി ഈ കോട്ട വാങ്ങിക്കാൻ നീ പോകരുത്. ഇനി നീ ഈ കോട്ട വാങ്ങിച്ച് പാവം പിടിച്ചവർക്ക് കൊടുക്കരുത്. അന്ന് ആ വൈദികൻ്റെ മുമ്പിൽ അദ്ദേഹം ആ കാർഡ് കീറിക്കളഞ്ഞു എന്നാ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങളൊക്കെ ജീവിച്ച നാട്ടിൽ അന്ന് കലിങ്കിലൊക്കെ ഇങ്ങനെ കുടിയന്മാരാണ് കൂടുതലും വന്നിരിക്കുന്നത്. അന്ന് അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ പറയും, മക്കളെ കലിങ്കലിരിക്കരുത്, അത് കുടിയന്മാരിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ കലിങ്കൽ പോലും ഇരിക്കാൻ സമ്മതിക്കാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. മ്ലേച്ഛത കൊടികുത്തി വാഴുന്ന ഒരു ലോകത്ത് നീതിയോടെ ജീവിക്കുന്ന തലമുറ ഉണ്ടാവണം പ്രിയമുള്ളവരെ. അങ്ങനെയുള്ള കുടുംബങ്ങൾ കുന്നംകുളത്തുണ്ടാവണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും മിലിറ്ററിയുടെ കോട്ട വാങ്ങിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ വീട്ടിൽ ചെന്നിട്ട് അത് കീറിക്കളയണം. അതിന് എനിക്ക് വേണ്ട. കാരണം സത്യപ്രതിജ്ഞയാണ്. 73ാമത്തെ കൺവെൻഷനിൽ നിനക്കൊരു സത്യപ്രതിജ്ഞ ഉണ്ടാവണം. നിന്റെ കുഞ്ഞിനൊരു സത്യപ്രതിജ്ഞ ഉണ്ടാവണം. എങ്ങനെ ജീവിക്കണമെന്ന് ലോകത്തോട് പറയുന്ന ഒരു സത്യപ്രതിജ്ഞ. 3ാമത്തെ ചിന്തകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1, അവൻ ദൈവത്തിലേക്ക് മടങ്ങുകയാണ്. 2, അവൻ അവനിലേക്ക് മടങ്ങുകയാണ്. 3, അവൻ അവൻ്റെ കുടുംബത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും മടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. 101-ാം സങ്കീർത്തനം, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ദാവീദിൻ്റെ 3ാമത്തെ സത്യപ്രതിജ്ഞ. അവൻ 1, അവൻ ദൈവത്തിലേക്ക് മടങ്ങി. 2, അവനിലേക്ക് മടങ്ങി. 3, അവൻ അവൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. ഇന്നു മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു സമാധാന പുത്രനായിരിക്കും. പ്രിയമുള്ളവരെ, പ്രസംഗിക്കാൻ നല്ല മിടുക്കാണ്. പക്ഷേ പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഭാര്യ ഭോപ്പാലിലാണ്. ഭാര്യയോട് ചോദിക്കണം, ഈ പുള്ളി എങ്ങനുണ്ട് എന്നുള്ളത്. അപ്പോൾ പറയും, നല്ലതാണോ മോശമാണോ. ഞാൻ നല്ലതാണോ മോശമാണോ എന്ന് പറഞ്ഞിട്ടുള്ള എന്തുവാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാർത്തോമാ സഭയിലെ ഒരു വൈദികന് പട്ടം കെട്ടപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന അമലോകിയ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വന്തം കുടുംബത്തെ നന്നായി നോക്കാൻ അറിയാത്തവൻ എങ്ങനെ സഭയെ നോക്കാൻ കഴിയും? നിന്റെ കുടുംബത്തിൽ നീ എങ്ങനെയാണ്? നീ നാട്ടിൽ മാന്യനാണ്, നീ ചുറ്റുപാടുകളിൽ മാന്യനാണ്, പള്ളിയിൽ നീ മാന്യനാണ്, എല്ലാവർക്കും നീ മാന്യനാണ്. പക്ഷേ നിന്റെ വീട്ടിൽ നീ എങ്ങനെയാണ്? ഇന്ന് രാത്രി അത് ചോദിച്ചിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാവൂ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു കാൽവറിയിൽ അവസാന ശ്വാസം വിടാൻ തുടങ്ങുമ്പോൾ അവൻ്റെ അമ്മയെ പിടിച്ച് അവൻ ശിഷ്യൻ്റെ കയ്യിലേൽപ്പിക്കുകയാണ്. നോക്കിക്കോണം പൊന്നുപോലെ. നീ നിന്റെ വീട്ടിൽ സാക്ഷ്യമുള്ളവനാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ദാവീദിനോട് പറയുകയാണ്, നിന്റെ കുടുംബത്തോട് നിനക്ക് വളരെ കൃത്യമായി ഒരു സുവിശേഷമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇയ്യോബിൻ്റെ പുസ്തകം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, മക്കൾ പാപം ചെയ്യുമോ എന്നൊരു അപ്പന് പേടി. മക്കൾ പാപം ചെയ്യുമോ? അതുകൊണ്ട് ആ അപ്പൻ എന്ത് ചെയ്തു? യാഗപീഠം പണിത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നേർച്ച കഴിച്ചുവെന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വന്തം കുഞ്ഞ് വീട്ടിലെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ മക്കൾക്ക് വേണ്ടി യാഗപീഠത്തിൻ്റെ മേശ ഒരുക്കിയ ഒരപ്പൻ്റെ ചിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതനെ വേദപുസ്തകം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏലി പുരോഹിതനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, സ്വന്തം മക്കൾ ശീലോവിൽ ഏലിയുടെ മക്കൾ ഹൊഫ്നിയും ഫിനെഹാസും, ഇരുവരെയും കുറിച്ച് ഇങ്ങനെ പറയുന്നു, യഹോവയ്ക്ക് പുരോഹിതരായിരുന്നവർ, ഇസ്രായേലിനോട് ദോഷം ചെയ്ത മക്കൾ, ശുശ്രൂഷയുടെ ഗൗരവം മറന്നുപോയ മക്കൾ, സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടൊപ്പം കിടന്നുറങ്ങിയ മക്കൾ. ഏലി മക്കളോട് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ ദുഷ്ടത ദൈവം അറിയുന്നു, ജനമറിയുന്നു, ഞാൻ കേൾക്കുന്നു. അരുത് മക്കളെ, യഹോവയുടെ ജനം നിങ്ങളെക്കുറിച്ച് പറയുന്നത് നല്ലതല്ല. മനുഷ്യൻ യഹോവയോട് പാപം ചെയ്യരുത്. എന്നാൽ ശമൂവേൽ ബാലനെ കുറിച്ച് പറയുന്നു, അവൻ പഞ്ഞി നൂലങ്കി ധരിച്ച് അവൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു വന്നു. യഹോവയ്ക്ക് പുരോഹിതരായിരുന്നവർ
യഹോവയെ ഓർക്കാതെ പോയപ്പോൾ, പാവങ്ങൾ യാഗം കഴിക്കുമ്പോൾ മുപ്പല്ലിയുമായി മേധസ്സെടുത്ത് കൊണ്ടുപോയവർ, ധൂപപീഠത്തിൽ കയറാൻ ഭാഗ്യം കിട്ടി ധൂപപീഠത്തിൻ്റെ പവിത്രത നശിപ്പിച്ചു കളഞ്ഞ മക്കളോട് ഒരപ്പൻ പറഞ്ഞു കൊടുക്കുക, അരുത് മക്കളെ, പാടില്ല. പറഞ്ഞു കൊടുത്തത് ആരാണെന്നറിയാമോ? അപ്പനാണ്. മക്കൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ് ഒരപ്പൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ കുടുംബത്തിൽ നിനക്കൊരു ഇഴയെടുപ്പമുണ്ട്, മറന്നു പോകരുത്. നിന്റെ കുടുംബത്തോടുള്ള നിന്റെ ബന്ധങ്ങളുടെ ഒരു ഇഴയെടുപ്പം നഷ്ടപ്പെട്ടു പോകരുത്. നീ നിന്റെ കുടുംബത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ദൈവം തമ്പുരാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്. പണ്ട് ഒരു വൈദികൻ ദുഃഖവെള്ളിയാഴ്ച, പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ പറഞ്ഞു, നാളെ നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു കുരിശുമായിട്ട് പള്ളിയിൽ വരണം. കാരണം നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. നിങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ച് ഓരോ കുരിശുമായിട്ട് വരണം. ഇതെവിടെയാണ് വായിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ മുതിർന്നവർ വായിച്ചിട്ടുണ്ടാവും. പണ്ട് നമ്മളൊക്കെ വായിച്ച് സന്തോഷിച്ച ഒരു പുസ്തകം ബോബനും മോളിയുമാണ്. അതിനകത്തെ ഒരു കഥയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നാളെ നിങ്ങൾ ദുഃഖവെള്ളിയാഴ്ച ഒരു കുരിശുമായിട്ട് വരണം. അച്ഛൻ ദുഃഖവെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ നിന്നിങ്ങനെ ദൂരേക്ക് നോക്കുകയാണ്. എല്ലാവരും അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ചുള്ള കുരിശുമായിട്ട് വരികയാണ്. മുമ്പോട്ട് വരുമ്പോൾ ഉപ്പായി മാപ്പിള എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ബോബനും മോളിക്കകത്തും. അത് അമ്മാമ്മമാരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. പണ്ട് വായിച്ചതാണ് അച്ചു. ആ ഉപ്പായി മാപ്പിള ഒരു കൊച്ചു ചാക്ക് കെട്ടും തോളെ വെച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഉപ്പായി മാപ്പിള അടുത്ത് വന്ന് പള്ളിയുടെ വാതിക്ക് വന്നപ്പോൾ അച്ഛന് വല്ലാത്ത ഒരു അങ്കലാപ്പ്. എല്ലാവരോടും കുരിശ് കൊണ്ടുവരാൻ പറഞ്ഞു. ഉപ്പായി മാപ്പിള ഇതെന്തോ എടുത്തുകൊണ്ട് വരികയാണ്. ഉപ്പായി മാപ്പിള അകത്തോട്ട് കയറിയപ്പോൾ അച്ഛൻ ചോദിച്ചു, ഉപ്പായി മാപ്പിളെ കുരിശെടുത്തുകൊണ്ട് വരാനല്ലടാ നിന്നോട് പറഞ്ഞേ, നീ ചാക്ക് കെട്ടും കൊണ്ട് എങ്ങോട്ട് പോവാം? ഉപ്പായി മാപ്പിള പറഞ്ഞു, ഒന്ന് അടങ്ങച്ചു, ഞാനിത് കൊണ്ട് അങ്ങോട്ടൊന്ന് വരട്ടെ, ബാക്കി പിന്നെ പറയാം. അച്ഛൻ്റെ അടുത്ത് വന്ന് ഉപ്പായി മാപ്പിള ചാക്ക് കെട്ട് താഴെ വെച്ചു. അതിൻ്റെ വാ അഴിച്ചതും ഭാര്യ ചാടി പുറത്തിറങ്ങി. ഉപ്പായി മാപ്പിളയോട് അച്ഛൻ ചോദിച്ചു, ഉപ്പായി മാപ്പിളെ എടാ കുരിശ് കൊണ്ടുവരാനല്ലടാ പറഞ്ഞു, ഭാര്യയെ കൊണ്ടുവരാനാണെന്നോ ഞാൻ പറഞ്ഞു. ഉപ്പായി മാപ്പിള അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് കൂടെ കൂടി ഒരു കുരിശാച്ചു, ഇപ്പോഴെങ്കിലും ഇത് ഈ പള്ളിയിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് ചാവാൻ പോലും കഴിയത്തില്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഭർത്താവ് ഭാര്യയ്ക്ക് കുരിശായിപ്പോയ വീടുകൾ എത്രയുണ്ട്? ഭാര്യ ഭർത്താവിന് കുരിശായിപ്പോയ വീടുകൾ എത്രയുണ്ട്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വീടിനകത്ത് ബന്ധങ്ങളുടെ ഇടയെടുപ്പങ്ങളൊക്കെ വല്ലാതെ നഷ്ടപ്പെട്ടു പോയ വീടുകൾ എത്രയുണ്ട്? സന്തോഷിച്ച പുൾപ്പെറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒറ്റ ചോദ്യം ആത്യന്തികമായി ചോദിക്കണം, നിന്റെ ഭാര്യയ്ക്ക് നീ ഒരു സമാധാന പുത്രനാണോ? നിന്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു അപ്പനാണോ നീ? വീട്ടിൽ നീ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഞാൻ മൂലം ഇന്ന് മുതൽ എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവും. ദാവീദിൻ്റെ സത്യപ്രതിജ്ഞ, ഞാൻ മുഖാന്തരം ഇന്ന് മുതൽ എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു സമാധാന പുത്രനായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഭവനത്തിൻ്റെ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ലോകത്തിലെല്ലാവരുടെയും മുമ്പിൽ മാന്യരായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, ആത്യന്തികമായ ഒരു ചോദ്യം മറന്നു പോകരുതോ, നീ നിൻ്റെ വീട്ടിൽ എങ്ങനെയാണോ? നീ നിൻ്റെ കുടുംബത്തിൽ എങ്ങനെയാണ്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ സഭയെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധങ്ങളെ ഒന്ന് ഊഷ്മളപ്പെടുത്താൻ ഈ ഭദ്രാസനം എന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നീ നിൻ്റെ വീട്ടിൽ ഒരു സമാധാന പുത്രനായി തീരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തട്ടെ. ടോൾസ്റ്റോയിയെ കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതി വെച്ച മനുഷ്യനാണ് ടോൾസ്റ്റോയ്. അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ഭാര്യ ഒരു കുറിപ്പ് എഴുതി. അതിനകത്ത് ഇങ്ങനെ എഴുതി, സ്നേഹം അടുത്തുപോലും ചെന്നിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഭാര്യ അസുഖമായി കിടക്കുമ്പോൾ കട്ടിലിനടുത്തൊന്നിരുന്നിട്ടില്ല. വയലിൽ പാടത്ത് ജോലി ചെയ്യുന്ന വേലക്കാരോട് പോലും കരുണയുടെ ഒരു അംശം പോലും കാണിച്ചിട്ടില്ലാത്ത കഠിനഹൃദയനായ മനുഷ്യൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളും മരിച്ചു പോയാൽ ദൈവം തമ്പുരാൻ ചോദിക്കുന്നു, നീ നിൻ്റെ വീട്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ലോകത്തിലെല്ലാവരുടെയും മുമ്പിൽ നീ മാന്യനായിരുന്നു. നീ നിൻ്റെ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ എൻ്റെ വചനത്തിന് വിരാമം കുറിക്കുകയാണ്. ഇന്ന് രാത്രി ഈ വചനകൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ഏശിയിട്ടുണ്ടോ? സന്തോഷിച്ച നീയും പ്രതിക്കൂട്ടിലാണ്. നിങ്ങളെ മാത്രം കുറ്റം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ. എന്നാൽ ഈ പ്രസംഗിക്കുന്ന ഞാനും പ്രതിക്കൂട്ടിലാണ്. ദൈവമേ, ഈ വചനത്തിന് മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്, ഏറെ കിട്ടിയവനോട് ഏറെ കണക്ക് ചോദിക്കും. ഓരോ കൺവെൻഷൻ പ്രസംഗത്തിന് വിളിക്കുമ്പോഴും വല്ലാത്തൊരു അങ്കലാപ്പാണ്. ദൈവമേ, ഇന്ന് പ്രസംഗിച്ച വചനം എന്നെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇന്ന് പ്രസംഗിച്ച വചനം എന്നെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇന്ന് കേട്ട വചനം എന്നെയും നിങ്ങളെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചന കൂടാരത്തിൽ ഒരു കല്ല് നാട്ടണം, ഒരു സത്യപ്രതിജ്ഞ ചെയ്യണം. ഇന്ന് രാത്രി വീട്ടിൽ പോയി കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് വീഡിയോ കോളിൽ എടുക്കണം. മക്കളെ, ഇന്ന് മുതൽ നമ്മളും നമ്മുടെ ഭവനവും ഇങ്ങനെ ജീവിക്കുമെന്നോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം.
മോനെ നിനക്കറിയില്ലെങ്കിൽ അപ്പൻ പറഞ്ഞു തരാമടാ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ അപ്പനെ അമ്മയും വഴി നടത്തിയ ദൈവത്തെ മക്കളെ നിങ്ങൾ മറക്കരുത്. രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കാതെ എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങരുത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. നമ്മളുടെ കുടുംബത്തിലെ ബന്ധങ്ങൾ വിശുദ്ധമായിരിക്കണം. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ട് തീരുമാനത്തിൻ്റെ കൽത്തൂണിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയില്ല എങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്കും ഒരുപക്ഷെ ഉറക്കമുണ്ടായി എന്ന് വരില്ല. ഉറക്കം ഒരുപക്ഷെ ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും സന്ദർശിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് അടുത്ത വർഷം ഒരു പ്രസംഗം കൂടെ കേൾക്കാൻ ഭാഗ്യമുണ്ടാകുമെന്ന് കരുതരുത്. പ്രസംഗിച്ചിട്ട് ഭോപ്പാലിലേക്ക് മടങ്ങിപ്പോകുന്ന സന്തോഷിച്ച നീ ഭോപ്പാലിൽ എത്തുമെന്ന് പോലും ഉറപ്പില്ലാത്ത ജീവിതമാണ്. മറക്കരുത്. അതുകൊണ്ട് ഇന്ന് ഈ വചനകൂടാരത്തിൽ മാനസാന്തരപ്പെടാതെ ഇറങ്ങിപ്പോകരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കാം. തമ്പുരാൻ്റെ മുമ്പിൽ വേദപുസ്തകത്തിൽ വെളിപാട് പുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു, നീ ഏതിൽ വീണു എന്ന് നീ ഓർത്ത് അതിൽ നീ അനുദപിക്കണം. കർത്താവേ, എവിടെയാണ് ഞാൻ വീണുപോയത്? എവിടെയാണ് ഞാൻ തോറ്റുപോയത്? എവിടെയാണ് ഞാൻ പരാജയപ്പെട്ടു പോയത്? ക്രിസ്ത്യാനി എന്ന പേര് ധരിച്ച് നടക്കുമ്പോൾ, വേദപുസ്തകം എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എവിടെയൊക്കെയോ തമ്പുരാനെ ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ പരാജയങ്ങളെ നമുക്കൊന്ന് തിരിച്ചറിയാം. ദൈവത്തിങ്കിലേക്ക് നമുക്കൊന്ന് മടങ്ങാം. ദൈവമേ, ഒന്നുമില്ലായ്മയുടെ കാലങ്ങളിൽ, ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ കാലങ്ങളിൽ, ജീവിതത്തിൻ്റെ വേദനകളുടെ കാലങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ അനുഗ്രഹവുമായി ഈ മലബാറിൻ്റെ മണ്ണിൽ ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച തമ്പുരാനെ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, കയറി കിടക്കാൻ വലിയ വീട് തന്ന തമ്പുരാനെ, സഞ്ചരിക്കാൻ വാഹനം തന്ന തമ്പുരാനെ, ഈ കാണുന്ന ഭൗതിക സമൃദ്ധി മുഴുവൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച തമ്പുരാനെ, എൻ്റെ ഇല്ലായ്മയുടെ കാലങ്ങളിൽ നിന്നെ വിളിച്ചതുപോലെ ഇന്നത്തെ രാത്രി എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ദൈവമേ, ഞാൻ തോറ്റുപോയി. കർത്താവേ, ഇന്ന് രാത്രി നിൻ്റെ ദൈവത്തിലേക്ക് നീ മടങ്ങണം. നിൻ്റെ ജീവിതത്തിലേക്ക് നീ മടങ്ങണം. നിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധികൾ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഒരു വിശുദ്ധനെ പോലെ ജീവിച്ച, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ച മാതാപിതാക്കളുടെ മക്കൾ ഇന്ന് വിശുദ്ധിയുടെ ജീവിതങ്ങൾ കോംപ്രമൈസ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നിലേക്ക് നീ മടങ്ങണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു പൈതലായി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനൊരു ദുഃഖഹേതുവായി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവന് ഞാനൊരു ദുഃഖത്തിന് കാരണമായി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവമേ ഞാനൊരു ദുഃഖഹേതുവായി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി എൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, എൻ്റെ അപ്പനെയും അമ്മയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നു മുതൽ ഈ വീട്ടിൽ ഞാനൊരു സമാധാന പുത്രനായിരിക്കുമെന്ന് പറയാൻ ദൈവമേ അവിടുന്ന് എന്നെ സഹായിച്ചാലും. കർത്താവേ, 73ാമത്തെ ഈ കൺവെൻഷൻ കഴിഞ്ഞിറങ്ങുകയാണപ്പാ. ദൈവമേ, സമൂലമായ ഒരു പരിവർത്തനം തന്ന് എന്നെ അനുഗ്രഹിക്കണം. ഈ ഭദ്രാസനത്തെ അനുഗ്രഹിക്കണേപ്പാ. ഈ ഭദ്രാസനത്തിലെ ഒരു ഭവനത്തിൽ പോലും ദൈവത്തിന് നിരക്കാത്ത മ്ലേച്ഛത ഉണ്ടാവാൻ ദൈവമേ ഇടയാക്കരുതപ്പാ. എൻ്റെ തമ്പുരാന് നിരക്കാത്തതൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യാൻ, എൻ്റെ കുടുംബത്തിലുണ്ടാവാൻ, എൻ്റെ സഭയിലുണ്ടാവാൻ എൻ്റെ ദൈവമേ അവിടുന്ന് സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദാവീദിൻ്റെ സത്യപ്രതിജ്ഞ പോലെ ഞങ്ങളുടെ സത്യപ്രതിജ്ഞ തീരാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഭദ്രാസനത്തെ അനുഗ്രഹിക്കണം. നാളത്തെ വിശുദ്ധ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ ഒരുക്കണം. വിശുദ്ധിയോടെ ആ വിശുദ്ധ ശരീര രക്തങ്ങളെ ഭക്ഷിപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണപ്പാ. ദൈവമേ, എനിക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായ ആ തമ്പുരാനെ ഓർത്ത് അവൻ എൻ്റെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് നാളത്തെ വിശുദ്ധ മേശയിൽ സംബന്ധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാലും എല്ലാ മാനവും മഹത്വവും സ്വർഗത്തിലെ തമ്പുരാന് മാത്രമായിരിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.